ഇസ്രായേൽ ഹമാസ് സംഘടനത്തിൻ്റെ പരിസമാപ്തി എന്നൊരു ഭാഗമായിരിക്കും വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രതിപാദിക്കുന്നത്. 7 വാക്യങ്ങൾ കഴിയുമ്പോൾ ഇടവേള, 4-5 വാക്യം കൂടെ വായിക്കുമ്പോൾ ഈ രാത്രി ഒരുമിച്ച് സമർപ്പണത്തോടെ ആയിരിക്കും ഈ രാത്രി മടങ്ങുന്നത്. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് രാത്രി. ഇന്നലെ രാത്രി വെളിപ്പാട് പുസ്തകമാണ് നാം ചിന്തിച്ചത്. തുടങ്ങി വെച്ചു വെളിപ്പാട് 1:3. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. ഒരുവൻ ലോകഭരണത്തിലേക്ക് വരുമെന്ന് ഇന്നലെ രാത്രി. അവൻ വന്നാൽ എവിടെ നിന്ന് എങ്ങനെ വരുമെന്ന് വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലി, ഇന്നത്തെ ഗ്രീസ്. അതിൻ്റെ കാൽ കരടിയുടെ കാൽ ഇറാൻ. അതിൻ്റെ വായ് സിംഹമുഖം ഇറാഖ്. അതിന് മഹാസർപ്പം. ഇന്നത്തെ ഉലകത്തെ പിടിച്ചു വച്ചിരിക്കുന്ന സാത്താൻ വലിയ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുത്തുവെന്ന് ഇന്നലെ രാത്രി. അപ്പോൾ ഈ മൃഗത്തെ ആര് കാണുമെന്ന് ഇന്നലെ കുഞ്ഞുങ്ങൾ വായിച്ച് സഹായിച്ചു. വെളിപ്പാട് 17:8-9. യോഹന്നാനെ, നീ കണ്ട മൃഗമോ ഇപ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ലാതിരിക്കുന്നതും ഇനി അഗാധത്തിൽ നിന്ന് കയറി വരുന്നതുമാകുന്നു. അവിടെ ഒരു ഭാഗം ഇന്നലെ ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ മൃഗത്തെ കണ്ട് വിസ്മയിക്കും. അതുകൊണ്ട് ഇന്നലെ രാത്രി ശക്തമായി ഞാൻ പറഞ്ഞു, ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ കാന്തൻ വരുമെന്ന് വ്യക്തമായി. ഇന്നലെ രാത്രി പഴയ നിയമത്തിൻ്റെ വെളിപ്പാട് ദാനിയേലിനോട് ബാബേൽ പ്രവാസത്തിലിരിക്കുമ്പോൾ സ്വർഗം സംസാരിച്ചു. ദാനിയേൽ 8:23, 24, 25. അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഭയബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഇൻ്റർനെറ്റ് വഴി അവൻ ലോകം ഭരിക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാലല്ല, പിശാച് അവന് ശക്തി കൊടുക്കും. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വന്നാൽ ആദ്യം അവൻ നിയമത്തെ കയ്യിലെടുക്കും. ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. അതാ ഇന്നലെ ദാനിയേൽ 7:25. വിവാഹമില്ലാത്ത കാലം ലോകത്തിൽ. അതാ അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും. സമയങ്ങളെയും നിയമങ്ങളെയും അവൻ മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. CRPCയും IPC എല്ലാം മാറും. വിവാഹമില്ലാത്ത കാലം. ഏതെൻ്റെ പൂങ്കാവനത്തിനകത്ത് സ്വർഗത്തിൻ്റെ കരത്താൽ ആദമ്യ കുടുംബത്തെ ഒരുമിച്ച് തക്കതുണയെ കൊടുത്ത കർത്താവിൻ്റെ വചനത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു ഭരണം ഇവിടെ വരുമെന്ന്. അതാ ദൈവസഭ എടുക്കപ്പെട്ടാൽ വീണ്ടും ദാനിയേൽ 9:27 ബൈബിൾ. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് നിയമത്തെ കഠിനമാക്കും. 7 വർഷം കാഠിന്യമുള്ള നിയമം ഇവിടെ വരും. അതുമാത്രമല്ല, ഈ അന്ത്യകാലം കേരളത്തിൽ നോക്കിയാൽ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. യെശയ്യാ 3:12 ഇന്നലെ കുഞ്ഞ് വായിച്ചു. നിങ്ങളുടെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു, ജനം നടത്തുന്നവരാൽ തെറ്റപ്പെടുന്നു. അങ്ങനൊരു കാലം ഒരു ഗവൺമെൻറ് വിചാരിച്ചോ ഒരു ഭരണാധികാരി വിചാരിച്ചാലോ ഇത് മാറത്തില്ല. അതുകൊണ്ട് പൗലോസ് ലീഗ ഇന്നലെ ധന്യം ചൊല്ലിയത് വായിച്ചു. എഫേസ്യർ 5:15-16 കൂട്ടുകോണത്തിനോട് ഇവിടെ നിങ്ങൾ അജ്ഞാനികളായിട്ടിരിപ്പാനല്ല ജ്ഞാനികളായി തന്നെ നടക്കണം. ഇന്നലെ രാത്രി വീണ്ടും പറഞ്ഞു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി. അതിനുശേഷം അമേരിക്കയിൽ തീ ഇറങ്ങിയത്. ലോസ് ആഞ്ചലസിനകത്ത് 48,000 ഏക്കർ, അത് കഴിഞ്ഞ് 28,000 വീട്, 34-28 പേര് വെന്ത് മരിച്ചുപോയി. 2 പെൺകുട്ടികൾ പറഞ്ഞു, ആരാ ഭൂമിയെ ഉണ്ടാക്കിയത്? അത് ദൈവമല്ല, ദാറ്റ് ഈസ് എ ഫിനോമിന. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു. ലോത്തിൻ്റെ കാലത്ത് തീ ഇറങ്ങിയതുപോലെ സോദോമിൻ്റെ ന്യായവിധി പോലെ അമേരിക്കയിൽ ന്യായവിധി വന്നു. എബ്രായർ 12:29 ഇന്നലെ രാത്രി വായിച്ചു. നമ്മുടെ ദൈവമോ ദഹിപ്പിക്കുന്ന അഗ്നി അത്രേ. മറുതലിക്കുന്നവൻ ന്യായം വിധിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുമെന്ന് ഇന്നലെ വ്യക്തമായി. അതുകൊണ്ട് ഒരു എതിർക്രിസ്തു ഇവിടെ ഭരണത്തിൽ വരുമെന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 14:30 ഇന്നലെ രാത്രി. ഞാൻ ഇനി കുഞ്ഞുങ്ങളെ നിങ്ങളോട് അധികം സംസാരിക്കുകയില്ല. ലോകത്തിൻ്റെ പ്രഭു വരുന്നു. ഇവിടെ ഭരിക്കാൻ ന്യൂ വേ വേൾഡ് ഓർഡർ വരുന്നു. എനിക്ക് അവനോടൊരു കാര്യമില്ല. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, നമ്മുടെ കർത്താവിനോട് അവന് കാര്യമില്ലെങ്കിൽ കർത്താവിൻ്റെ മക്കളോടും കാര്യമില്ല. ഇന്നലെ രാത്രി അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കരമുയർത്തി. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നെന്ന് ഇന്നലെ രാത്രി ഒരിക്കൽ കൂടി നിങ്ങളോട് പറഞ്ഞു. ഒരു രാത്രി കൂടി ദൈവത്തിൻ്റെ ദാസനാകത് ഞാൻ അക്കമിട്ട് ദൈവകുഞ്ഞുങ്ങളോട് കോട്ടുകോണത്തെ ഈ രാത്രി കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ കാഹളനാദവുമായി വരുമെന്ന് വിശ്വസിക്കുന്ന കോട്ടുകോണം കുറ്റിക്കാട് ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്തിരുന്ന് പറയും, സ്വർഗ്ഗമുഖത്തേക്ക് നോക്കി ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പെടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കോട്ടുകോണമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.
വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 6 വേർഡ്സ് 1 and 2. വെളിപ്പാട് 6-1-2 വാക്യങ്ങൾ വായിച്ച് സഹായിച്ചാട്ട് മക്കളെ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ, ബൈബിള് കൂടെ വെച്ചിരിക്കണം, എല്ലാ വാക്യവും കുഞ്ഞ് വായിക്കത്തില്ല, ചില വാക്യങ്ങളെ വായിക്കൂ. കുഞ്ഞാട്ട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. ഇസ്രായേൽ ഹമാസിന്റെ വെടിവെപ്പ് അവസാനം തീരാൻ പോകുന്നത് വെള്ളക്കുതിരയിലേക്ക്. അതാ പ്രസംഗം. അടുത്തത് അതിന്റെ മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അതിന്റെ പേരാ വേൾഡ് റൂളർ. അവൻ ഒരു വില്ലുമായിട്ടൊക്കെ വരാൻ പോവും. അടുത്തത് അവൻ ഒരു കിരീടവും ലഭിച്ചു. ലോകരാജ്യങ്ങൾ പറയും, ചേട്ടാ നീ ഇനി ഭരിച്ചാൽ മതി. വേൾഡ് റൂളർ, വലിയ കിരീടവും ലഭിച്ചു. അടുത്തത് അവൻ ജയിക്കുന്നവനായും ഇസ്രായേലിനോട് പലസ്തീനോട് ജയിക്കുവാനായും പുറപ്പെട്ടു. മതി. അതിൽ ഒരു ഭാഗം ഇന്ന് രാത്രി പ്രസംഗിക്കാം. അതേ സമയമുള്ളൂ. അവൻ ഒത്തുതീർപ്പുണ്ടാക്കും. ഇസ്രായേലിനോട്, ഹമാസിനോട്, പലസ്തീൻ അതോറിറ്റിയോട് ഒത്തുതീർപ്പുണ്ടാക്കുന്ന ഒരുവൻ വരാൻ പോകുന്നു. വെളിപ്പാട് 6-1-2 കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര, അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ല്. അവൻ ജയിക്കാനും ജയിപ്പാനുമായി പുറപ്പെട്ടു. ലോകം അവനൊരു കിരീടം കൊടുത്ത്. കണ്ണുകൾ മൂടാം. ഒരു രാത്രി കൂടി മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിൻ്റെ ശ്രുതികളിൽ മേൽ വസിക്കുന്ന പ്രിയൻ്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുക. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വെളിപ്പെടുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ദൈവസന്നിധിയിൽ പടി നിയമത്തിൻ്റെ മരണത്തിൻ്റെ നദിയായ യോർദാൻ്റെ പക്കത്ത് ആരെങ്കിലും കാൽ ചവിട്ടിയാൽ അവിടെ കാലെക്കലിനകത്ത് പുതഞ്ഞു പോകും. മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ തിരഞ്ഞെടുത്ത്, അവൻ്റെ പേരാ യോശുവ ദൈവസന്നിധിയിൽ നിന്ന് കർത്താവിനോട് പറഞ്ഞ, കർത്താവേ എനിക്ക് വലിയ ഡോക്ടറേറ്റും ബിരുദമൊന്നുമില്ല. മോശയുടെ കാൽ കീഴിൽ കട്ടം വെള്ളം പകർന്നു കൊടുത്തവന് സ്വർഗം പറഞ്ഞു, യോശുവയെ അതൊന്നുമല്ല വിഷയം. എന്താ വിഷയം? മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് രാത്രി അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഈ വാഗ്ദത്തം ഏറ്റെടുത്ത് യോശുവ 5 കാര്യം ചെയ്തു. 1 പാളയത്തിനകത്ത് വചനം, 2 വിശുദ്ധിക്ക് വേണ്ടി നിന്ന്, 3 ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു, 4 അവനൊരു പ്രവചന ദൂത് പറഞ്ഞു. എന്താ പറഞ്ഞത്? നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ആഴി എന്തെന്നറിയാതെ, ആഴം എന്തെന്നറിയാതെ പുരോഹിതന്മാർ യാത്രയെ ചൂളിനകത്ത് പെട്ടകമുണ്ടായിരുന്നു. നാടൻ ഭാഷയെ കോട്ടു കാണുന്നകാർ പറഞ്ഞവരെല്ലാം കൂടെ മുങ്ങിച്ചാകുമെന്ന്. എന്നാൽ നിയമത്തിൻ്റെ പെട്ടകം യോർദാൻ്റെ വക്കലത്ത് പുരോഹിതന്മാരുടെ കാൽ ചവിട്ടിയപ്പോൾ സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി. എവിടെ ഇറങ്ങിയെന്നറിയാമോ? ഈജിപ്തിലെ അരാബായ്ക്കകത്ത് സ്വർഗം ചിറ പോലെ കെട്ടി നിർത്തി വെള്ളത്ത് അവരെ ഉണങ്ങിയ നിലത്തുകൂടി ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ യോർദാനിൽ കൂടി കടത്തിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ആരാധിക്കുന്ന ദൈവമക്കളെ, നാളുകളായി നിന്നെ മറുകര കടത്താതെ ദുഷ്ട പിശാചി നിനക്കെതിരെ പോരാടിക്കൊണ്ട് യോർദാൻ്റെ ഒഴുക്കുകളെ പോലെ തിരമാലകൾ വന്ന വിഷയത്തിനകത്ത് ഇന്ന് രാത്രി വചനത്തിൻ്റെ പെട്ടകവുമായി നീ ഗ്രൗണ്ടിനകത്ത് ആരാധിക്കുമെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിനക്ക് വേണ്ടി ഇന്ന് രാത്രി വഴി തുറക്കുക. ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസൻ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ ഇന്ന് രാത്രി കാരക്കോണത്തൊരു ഹൈമാസ് ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗാഡ്, ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ആരാധിക്കുന്നുവെങ്കിൽ ശതാധിപൻ പറഞ്ഞതുപോലെ എൻ്റെ പുരയ്ക്കകത്ത് വരുവാ ഞാൻ യോഗ്യനല്ല, എന്നാൽ നാഥ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ വീട്ടിനകത്ത് ഒരു വിടുതൽ നടക്കും. ദൂതേറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി നീ ഗ്രൗണ്ടിനകത്ത് ആരാധിക്കുമെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിന് മറുപടി തരുവാ. ഇസ്രായേലിൻ്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ശംധരാധികജാന ബൗഡാരവ ശംധുരെ, ഇന്ന് രാത്രി വിടുതൽ തരുന്ന ദൈവത്തിൻ്റെ കരത്തിന് നന്ദിയോടെ സ്തോത്രം. കരുണാമയന് നിത്യന് നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗസപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപാദപീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവം ഇന്ന് രാത്രി ദൂത സഞ്ചയവുമായി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി നന്ദിയോടെ വാഴ്ത്തുന്നു. തേജസ് വാരി ഉടുത്തവൻ്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്നതിനാൽ, സാറാപ്പുകളുടെ ചിറകടിയുടെ ശബ്ദം ഇന്ന് രാത്രി കോട്ടുകോണത് മുഴങ്ങുന്നതിനാൽ നന്ദിയപ്പ. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലതെന്ന് പറയുക എന്ന് രാത്രി. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ആഴം ഏറ്റെടുത്ത് ദൈവജനം മടങ്ങുന്ന രാത്രിയായി മാറട്ടെ. പണ്ടിക കൂട്ടത്തിൻ കടശി നാളിൽ നാഥൻ ചൊല്ലി, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, തിരുവെടുത്ത് ചൊല്ലുന്നത് പോലെ ഇന്ന് രാത്രി എൻ്റെ അകത്ത് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദിയുടെ ഉറവകൾ ഇന്ന് രാത്രി പോട്ടാട്ടെ. അഭിഷേകത്തിൻ്റെ നദി ഇന്ന് രാത്രി ഇതിനകത്ത് നിന്ന് ഒഴുകട്ടെ. അത്ഭുത രോഗശാന്തിയുടെ നദി ഇന്ന് രാത്രി ഒഴുകട്ടെ. ഇന്ന് രാത്രി ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ഈ കൺവെൻഷൻ
കൂട്ടങ്ങളുടെ അവസാന രാത്രി ജീവന്റെ വചനം ഇവിടെ പെയ്തിറങ്ങുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ജീവിതം തകർന്ന വ്യക്തികൾ യേശുവിനെ കാണുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾ യേശുവിനെ കാണുക. ഇന്ന് രാത്രി മഹാദൈവത്തിന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയാകട്ടെ. മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അഗ്നിസർപ്പത്തിന്റെ ദംശനമേറ്റ ഇസ്രായേൽ ജനം പിച്ചള സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചതുപോലെ 2025 അവസാന രാത്രി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞങ്ങൾ ഇവിടെ ഉയർത്തുമ്പോൾ ആയിരങ്ങളെ രക്ഷകനെ കണ്ടുമുട്ടുവാ ഈ കൺവെൻഷൻ മുഖാന്തരമാകട്ടെ. ഇതിന്റെ പിൻപിലായിരിക്കുന്ന ദൈവസഭ കുഞ്ഞുങ്ങളെല്ലാം കാക്കണം. അപ്പച്ചന്മാർ അമ്മച്ചിമാരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കൊച്ചുമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വേലക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. തൊഴിലാളികൾ, കൂലി തൊഴിലാളികളെല്ലാം കാക്കപ്പെടട്ടെ. വെളിനാട്ടിലുള്ള മക്കളെല്ലാം എൻ്റെ ദൈവത്താൽ ഈ രാത്രി അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയ പിതാവേ, 3 രാത്രി ഞങ്ങളെ കാത്ത ദൈവം 4ാമത്തെ രാത്രിയിലും കാക്കും. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾ ഭവനത്തിലെത്തുന്നത് വരെ ഒരു മടിയോ കാറ്റോ വരാതെ സ്വർഗത്തിൻ്റെ കൊട ഈ പട്ടണത്തിന് മീതെ അങ്ങ് നിവർത്തുന്നതിനായി നന്ദി. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഈ രാത്രി ഉയരരുത്. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. പൊരുളുകൾ തിരിക്കണം. അന്ത്യകാലത്തിൻ്റെ ദൂത് പറയുവാൻ ദൈവം ഇടയാക്കണം. ഈ മക്കളെ വിടുതലോടെ കടത്തിവിടും. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം അങ്ങ് കാത്തതിനായി നന്ദി. പ്രാർത്ഥന മാനിക്കും യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മോനെ മൈക്രോഫോൺ ഇച്ചിരി ഒന്ന് കൂട്ടിയാട്ടെ, അല്ലേ തന്നെ അതുകൊണ്ട് വല്ലാതിരിക്കുക. ഇച്ചിരി ഒന്ന് കൂട്ടിയാട്ടെ. യോഗം കഴിച്ചിട്ട് മോനെ പ്രത്യേകം കാണാം. സന്തോഷമില്ലല്ലോ. സ്വോത്രം ഒന്ന് കൂട്ടിയാട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി തിരുവചനത്തിലെ അവസാന പുസ്തകം, വെളിപ്പാട് പുസ്തകം. ശ്രദ്ധയോടെ ഇരിക്കണമേ. ഇതിനകത്ത് പുതിയ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പുതിയ നിയമത്തിൽ ലൂക്കോസ് വൈദ്യൻ സുവിശേഷം എഴുതി, അപ്പോസ്തല പ്രവർത്തികൾ, സഭയുടെ ചരിത്രവും എഴുതി. ധന്യനായ പൗലോസ് ശ്ലീഹ 14 ലേഖനങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി എഴുതി. പക്ഷേ സുവിശേഷവും എഴുതിയില്ല. അത് കഴിഞ്ഞ് പ്രവചനവും എഴുതിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലൻ 3 ഭാഗങ്ങൾ കരം വെക്കുവാൻ ദൈവം യോഹന്നാന് കൃപ കൊടുത്തു. ശ്രദ്ധയോടെ. ഒന്നവൻ സുവിശേഷം എഴുതി, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിൻ്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ സുവിശേഷത്തിൽ കൂടി വരച്ചു കാട്ടി. 2, അവൻ 3 തലത്തിൽ ഉപദേശങ്ങൾ രേഖപ്പെടുത്തി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. വരാനിരിക്കുന്ന കാലം, എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, ഉപദേശത്തിൽ കടന്നു പോകുന്നവൻ്റെ ന്യായവിധി ലേഖനങ്ങളിൽ കൂടി. 3, അവൻ പ്രവചനം എഴുതി. വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ഈ കൺവെൻഷൻ കൂട്ടങ്ങളിലെ കടശി രാത്രിയിൽ വയോധികനായ യോഹന്നാനെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ട് ചോദിക്കണം, അപ്പച്ചാ സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ലേഖനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? അന്ത്യകാല ദൂത് എഴുതുവാൻ കൃപ ലഭിച്ചു? ആത്മീയ മന്ന സെമിനാരിയുടെ ബിരുദമാണോ? ബാംഗ്ലൂരിലെ ബറിയൻ്റെ ബിരുദമാണോ? ഹരിയാനയിലെ ഗ്രേസിൻ്റെ ബിരുദമാണോ? അപ്പച്ചൻ പറയും, അതൊന്നുമല്ല. അന്ത്യം വരെ കാൽവരുടെ കൊലക്കളത്തിൽ അവൻ്റെ മാറോട് ചേർന്നിരുന്നത് കൊണ്ട് എനിക്ക് സുവിശേഷം എഴുതുവാൻ കൃപ ലഭിച്ചു. പ്രവചനം എഴുതുവാൻ കൃപ ലഭിച്ചു. ലേഖനം എഴുതുവാൻ കൃപ ലഭിച്ചു. മാതാവേ, പിതാവേ, ലോകക്കാർ മാറും, നാട്ടുകാർ മാറും, ബന്ധുക്കാർ മാറും, പ്രിയപ്പെട്ടവർ മാറും. എന്നാൽ കാൽവറി ദർശനം കണ്ടവനെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറയണം, ആശ്രയം യേശുവിലായതിനാൽ ഭാഗ്യവാന്മാർ. അപ്പച്ച അമ്മച്ചി വെള്ളറുടെ കേൾക്കുന്നവരിൽ ഇന്ന് രാത്രി ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞതിന് ശേഷം റോമിൻ്റെ പടയാളികൾ ഭക്തന്മാർക്ക് ചെയ്യുന്ന ക്രൂരമായ ന്യായവിധികൾ. ലണ്ടനിനകത്ത് 2 തിയേറ്ററുണ്ട്, കാറ്റക്കൊമ്പ്, കൊലോസിയോ. അവിടെ ഉപദേശിമാരെ കൊണ്ടുപോകും. രാത്രിയിൽ കയറിനകത്ത് കെട്ടി അവിടെ നിർത്തും. വന്യമൃഗങ്ങൾ വരും. ആ ഉപദേശിമാരെ പച്ചയ്ക്ക് കടിച്ചു കീറുമ്പോൾ കൈയടിക്കുന്നതായിരുന്നു ഒരു കാലത്ത്. 2, ഉപദേശിമാർക്ക് കിട്ടിയ ന്യായവിധി. നമ്മുടെ കാരക്കോണം ധനുപച്ചപുരം റോഡ് ടാർ ചെയ്യുമ്പോൾ നല്ല ടാർപ്പാട്ട ചൂടാക്കും. ഉപദേശിയുടെ തലയുടെ അളവെടുക്കും. ഒരു ഹോൾ ആ ടാർപ്പാട്ടയിൽ വെട്ടും. തല ഇടിച്ചു കയറ്റും. എന്നിട്ട് കാരക്കോണത്ത് നിന്ന് ടാർ ചെയ്യുന്ന പാട്ടയ്ക്കകത്ത് എല്ലാവരും ഇടിച്ചു കയറ്റി ഉപദേശിയെ റോഡേ കൂടെ ഉരുക്കി വിടും. അവൻ്റെ തല ടാർപ്പാട്ടയ്ക്കകത്ത് വെന്തു പോവും അമ്മച്ചി. ആ സമയത്ത് പുറത്ത് കാലുകൾ റോഡിൽ കിടന്നടിക്കും. അപ്പോൾ അകത്തൊരു ശബ്ദം പാട്ടയിൽ വരും, മാറാ നാഥ യേശുവേ വരണമേ. 3ാമത്തെ കാര്യം, കുന്നത്തുകാലിൽ നിന്ന് നാറാണിയിലോട്ട് വരുമ്പോൾ നല്ല മരമുണ്ട്. മരത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു തരാം. 2 ചില്ലകൾ. അതിനെ ഒരു വടം കൊണ്ട് കൂട്ടിമുട്ടിക്ക്. ഒരു ഉപദേശിയുടെ തല കീഴാക്കും. കാലുകൾ 2 ചില്ലയിൽ. ഈ വടം നല്ലതുപോലെ മുറുകി കഴിയുമ്പോൾ മേളിലെ കെട്ടഴിക്കും. ആ 2 ചില്ലകൾ വേഗത്തിൽ മാറുമ്പോൾ ഉപദേശി ഒരു സഹോദരി മീൻ കീറുന്നത് പോലെ 2ആയിട്ട് വിണ്ട് കീറും. മരങ്ങൾ ഒരു ശബ്ദം കേൾക്കും, മാറാ നാഥ യേശുവേ വരണേ. 4ാമത്തെ കാര്യം, എല്ലാ പെന്തിക്കോസുകാരും കേട്ടാട്ട്. അന്നത്തെ കാലത്ത് റോം ഒരു ഉപദേശിയെ കിട്ടിയാൽ കൊണ്ടുപോകും കാരാഗ്രഹത്തെ. ഹോസ് വെച്ച് വായിക്കകത്തോട്ട് വെള്ളം പമ്പ് ചെയ്യും. അന്നേരം പള്ള വീർക്കും. നാടൻ
മലയാളം. ഇദ്ദേഹം അബോധാവസ്ഥയിലാവും. ചക്രവർത്തിക്ക് ഭയങ്കര സന്തോഷമാണ്. ടക്കടിച്ച് കുതിരയ്ക്കകത്ത് ഓടി വരുമ്പോൾ ഈ കിടക്കുന്ന ഉപദേശിയുടെ പള്ളഭാഗമാകുമ്പോൾ ആ കുതിരയുടെ കാലെടുത്ത് വെച്ച് ഒറ്റ ചവിട്ട പള്ളയ്ക്ക് കൊടുക്കും. അപ്പോൾ വയറ് പൊട്ടും, കുടൽമാല പുറത്തേക്ക്. അബോധം വിട്ടുണരുന്ന ഉപദേശി അവിടെ ഒരു വാക്ക് വിളിക്കും, മാറാ നാഥ യേശുവേ വരണമേ. ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിൽ ഈ വചനമെത്തുവാൻ ആരുടെയൊക്കെയോ തലകൾ ടാർപ്പാട്ടയ്ക്കകത്ത്, ആരുടെയൊക്കെയോ കൈകാലുകൾ മരത്തിനകത്ത്, ആരുടെയൊക്കെയോ ശരീരഭാഗങ്ങളിൽ ഹല്ലേലൂയ വന്യമൃഗങ്ങൾ തകർത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിൽ ഈ പുസ്തകം എത്തിയത്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, വയോധികനായ യോഹന്നാൻ AD 64 യാത്രയായി. ഡൊമേഷൻ കൽപ്പന കൊടുത്തു, അവനെ എന്ത് ചെയ്യണം? ഇന്നലെ രാത്രി അവൻ്റെ ശരീരത്തിനകത്ത് കത്തിക്കൊണ്ട് കൊല്ലുക. അവിടെ നിന്ന് വയോധികൻ രക്ഷപ്പെട്ടു. പടയാളികൾ അദ്ദേഹത്തെ എഫെസോസഭയിൽ കൊണ്ടുപോയി. എന്നിട്ട് ഡൊമേഷനോട് പറഞ്ഞു, സാറേ ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഡൊമേഷൻ്റെ മുഖമല്ലാത്തൊരു സ്ഥിതിയിലായിപ്പോയി. എന്താ സംഭവിച്ചത്? ഡൊമേഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 4 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വരണം, ഞങ്ങൾ പുതിയ ശിക്ഷാവിധി തരാം. 4 ദിവസം കഴിഞ്ഞ് പടയാളികൾക്ക് ശിക്ഷാവിധി കൊടുത്തു. വയോധികനായ യോഹന്നാനെ എന്ത് ചെയ്യണം? അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടുകത്തിൽ മുക്കണം. ഇതൊക്കെയാ റോമിൻ്റെ കൽപ്പന. പ്രഭാതത്തിൽ വീണ്ടും പടയാളികൾ 5 മണിക്ക് വന്ന് വയോധികനായ യോഹന്നാനോട് പറഞ്ഞു, അയ്യോ അപ്പച്ചാ, താങ്കളുടെ അവസാന ദിവസമാണ്, ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ടോ? ഒരു തൂക്കുമരത്തിലേറുന്ന കൊലയാളിക്ക് വേണ്ടി ജയിലിൻ്റെ അധികാരികൾ വെള്ള ഉടുപ്പും വെള്ളമുണ്ടും നല്ല ഭക്ഷണവും ബന്ധുക്കളെല്ലാം കാണിക്കും. ആ സമയത്ത് വയോധികൻ പറഞ്ഞു, എനിക്കൊരു ഭാരവുമില്ല, എൻ്റെ കർത്താവ് കാത്തോളൂ. വയോധികനായ യോഹന്നാനെ കൈകാലുകൾ ബന്ധിച്ചു ഇവിടെ കൊണ്ടുപോയി തിളക്കുന്ന കുട്ടുകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് മുക്കിക്കൊല്ലുവാൻ യോഹന്നാനെ കൊണ്ടുപോയി. ഈ വയോധികൻ എത്ര പ്രായമുണ്ട്? അമ്മച്ചി 90 വയസ്സുണ്ട്. കൈകാലികൾ വിറയ്ക്കുന്ന അപ്പച്ചൻ എണ്ണ 400 ഡിഗ്രി ചൂടാക്കി, നമ്മുടെ കുരിശുമലയെ പലഹാരം ഉണ്ടാകുന്നില്ല, പടപട എണ്ണ ചൂടാക്കി അതിനകത്ത് ഈ വയോധികനെ വലിച്ചിട്ടു. പടയാളികൾ ചുറ്റും കാത്തിരിക്കുക. 10 മിനിറ്റ് അകഞ്ഞ് ഇദ്ദേഹം വെന്ത് മരിക്കുന്നത് കണ്ട് കൈയടിക്കാൻ. ചില നിമിഷങ്ങൾ കഴിഞ്ഞു. 9 മിനിറ്റ് ആ റൂമിൻ്റെ ചരിത്രം പറയുന്നത്, അവൻ തലപൊക്കി, മക്കളെ പുതയ്ക്കാൻ വല്ലതും തരണം, നല്ല തണുപ്പ് ഇതിനകത്ത്. മലയാളം മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ശരീരത്തിനകത്ത് കത്തി കയറിയിട്ട് യോഹന്നാൻ മരിച്ചില്ല. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വീണിട്ട് യോഹന്നാൻ മരിച്ചില്ല. അപ്പച്ചാ, അമ്മച്ചി, സിസ്റ്ററെ, ബ്രദറെ, എന്താ ശരീരത്തിനകത്ത് കത്തി കയറി? എന്തുകൊണ്ട് മരിച്ചില്ല? തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് അദ്ദേഹം വീണു. എന്തുകൊണ്ട് മരിച്ചില്ല? അന്ന് അവൻ്റെ വാഗ്ദത്തം നിറവേറിയിട്ടില്ല. വിശുദ്ധ വെളിപ്പാട് പുസ്തകം, വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു സർജിക്കൽ ബ്ലേഡിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ICUവിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു എണ്ണയ്ക്ക് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ലോകത്തിൻ്റെ തീക്ക് കഴിയത്തില്ല. നിന്റെ കണ്ണുനീരിൻ്റെ മറുപടി നിന്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി നിന്റെ പതനം കാണാൻ കാട്ടുകാർ കാത്തു നിൽക്കുക. നിന്റെ പരാജയം കാണുവാൻ ബന്ധുക്കൾ കാത്തു നിൽക്കുക. നിന്റെ ഭവനത്തിന് ചുറ്റും ശവപ്പെട്ടി വരുന്നത് കാണുവാൻ കാത്തു നിൽക്കും. നിന്റെ വീട്ടിനകത്ത് കറുത്ത കൂടി വരുന്നത് കാണുവാൻ കാത്തു നിൽക്കും. ഇന്ന് രാത്രി ഭയപ്പെടരുത്. അതിൻ്റെ നടുവിലും വയോധികനായ യോഹന്നാൻ്റെ തല ഉയർത്തിയ ദൈവം എൻ്റെ കുടുംബത്തെ കാക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? കാട്ടുപോത്തിൻ്റെ കൊമ്പിൻ്റെ തലയെ ഉയർത്തുന്നത് പോലെ നിന്റെ മരണം കാണാൻ കാത്തു നിന്നവരുടെ നടുവിൽ, നിന്റെ കുടുംബം തകർന്നത് കാണുവാൻ കാത്തു നിന്നവരുടെ നടുവിൽ, നിന്റെ കുടുംബത്തിനകത്ത് ആപത്ത് വരുവാൻ കാത്തു നിന്നവരുടെ നടുവിൽ കാട്ടുപോത്തിൻ്റെ കൊമ്പിൻ്റെ തല പോലെ നിന്നെ ഉയർത്തുക. വയോധികനായ യോഹന്നാൻ കണ്ണുനീരിനകത്തൊരു കരം ഇറങ്ങി വന്നെങ്കിൽ ആ കരം തളർന്ന കരമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ട്യൂമറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു തൈറോയിഡിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഇന്ന് രാത്രി ഒരു വേരിക്കോസിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഇന്ന് രാത്രി ഹാർട്ട് അറ്റാക്ക് ഉള്ളവനെ ഉയർത്തുന്നവൻ ആ സ്വർഗത്തിലെ ദൈവം. വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നലെ രാത്രി ഞാൻ ദാവീദിൻ്റെ പ്രോമിസാണ് പറഞ്ഞ്. പഴയ നിയമത്തിൽ എത്രയെത്ര വാഗ്ദത്തങ്ങൾ. ഇന്ന് രാവിലെ ഞാൻ സഭയ്ക്കകത്ത് ഞങ്ങൾ കുറച്ച് പേരെ ഉള്ളായിരുന്നു, ഒരു 10-30 പേരെ ഉള്ളായിരുന്നു. വളരെ നിർണായകമായൊരു പ്രസംഗം രൂത്തിനെ പറ്റിയാണ് പ്രസംഗിച്ചത്. വളരെ ശക്തിയോടെ കുഞ്ഞുങ്ങൾ കേട്ടു. വാഗ്ദത്തങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം, പ്രോമിസുകളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. എല്ലാവരും കേട്ടാട്ടെ. ഒറ്റ പ്രോമിസ് കൊണ്ട് പറഞ്ഞ് വെളിപ്പാടിലേക്ക് കടക്കാം. ശ്രദ്ധയോടെ ഇരിക്കണം. കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു. 1498 കിലോമീറ്ററായി ഇറാഖും ഇസ്രായേലും ബാഗ്ദാദ്. അവിടുന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി 12, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു. നിന്റെ മക്കളെ ആകാശത്തിലെ നക്ഷത്ര, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽ തരി. വിളി കേൾക്കാത്ത ഒരുവനും ഉണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു ലോത്ത്. അവർ രണ്ടുപേരുടെ കനാനി വന്നു. ഇപ്പോൾ വീടായി, കാറായി, നല്ല സൗകര്യങ്ങളൊക്കെ ആയി. 2 അമ്മാമ്മമാരും വീട്ടിൽ വന്നു. അബ്രഹാമിനൊരു അമ്മാമ്മ വന്നു, സാറാമ്മാമ്മ. ലോത്തിൻ്റെ അമ്മാമ്മയുടെ പേര് ഗൂഗിളിലും ഇല്ല, ബൈബിളിലും ഇല്ല. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ, സ്വോത്രം. ആ അമ്മാമ്മയുടെ പ്രത്യേകത, അവർ ചർച്ചിൽ പോകത്തില്ല, ആരാധനയ്ക്ക് പോകത്തില്ല. അബ്രഹാമും ലോത്തും എല്ലാം കൂടെ വണ്ടിക്കകത്ത് സാറാമ്മാമ്മയും കൂടെ പാറശാല യോഗത്തിന് പോകും. ഈ ലോത്തിൻ്റെ ഭാര്യ
ഓൺലൈനിൽ ചെക്ക് ചെയ്യുക, വസ്തു എത്ര ഉണ്ട്, പ്രമാണം എത്ര ഉണ്ട്, കരമടച്ച രസീതുണ്ട്, എത്രയല്ല നോക്കിയപ്പോൾ അമ്മാമ്മയ്ക്ക് മറുപടി കിട്ടി വിവരാവകാശ പ്രകാരം. കാരക്കോണത്ത് ബാങ്കിൽ കിടക്കുന്ന പൈസ അബ്രഹാമിൻ്റെ, അത് കഴിഞ്ഞിട്ട് എല്ലാ ഭൂമികളും അബ്രഹാമിൻ്റെ. അന്ന് ലോത്തിൻ്റെ അമ്മാമ്മ ആദ്യത്തെ കൊടി കുത്തിയത്, സന്തോഷമില്ലല്ലോ, രാഷ്ട്രീയക്കാരിൽ ആദ്യത്തെ കൊടി കുത്തിയത് ലോത്തിൻ്റെ അമ്മാമ്മ. മനസ്സിലാകുന്നവർക്കായി അബ്രഹാമിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് വല്ലതും തരണം. അബ്രഹാം പറഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ സ്വോത്രം. പിന്നെ അബ്രഹാമിൻ്റെ ഒരു ഗുണമുണ്ടായിരുന്നു, നാട്ടുകാർ കുറേ പേരുണ്ടായിരുന്നു, കനാന്യർ, എബൂസിയർ, പെരിഷ്യർ. ഇവർ കണ്ടു കഴിഞ്ഞാൽ ചീഫ് പാസ്റ്ററല്ലേ, ഇവിടെ കൊണ്ടാക്കുന്ന ശരിയല്ല, അതുകൊണ്ട് ലോത്തിനോട് പറഞ്ഞ ആവശ്യമുള്ളതെല്ലാം നീ എടുത്തോളാം. മനസ്സിലാകുന്നവർക്കായി അതാ വിട്ടുപിടിച്ച. ചുരുക്കം പറഞ്ഞാൽ നെയ്യാറ്റിൻകരയും വെള്ളറുടെയും പാറശാല ആര് കൊണ്ടുപോയി? മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ആര്? ലോത്ത് കൊണ്ടുപോയി. അതിൻ്റെ പേരാ സോദോം ഗോമർ. പാവപ്പെട്ട നമ്മുടെ അബ്രഹാമിന് കിട്ടിയത് താൻ്റെ ഈ വെള്ളറുടെയും അപ്പുറത്തോട്ട് വന്ന കളിയൽ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഒരു പാവപ്പെട്ട ഭൂമിയായിരുന്നു. അബ്രഹാം അവിടെ ചെന്ന് JCB ഒക്കെ വിളിച്ച് ചെറിയ കൃഷിയൊക്കെ നടത്തി. അവിടെ മമ്രയുടെ തോപ്പ്, മമ്രയുടെ തോപ്പിന് 2 പ്രത്യേകത ഉണ്ടായിരുന്നു. ഒന്ന്, അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരു കരുവേലകം ഉണ്ടായിരുന്നു. കരുവേലകം വരുന്നവർക്ക് 1 ഗ്ലാസ് ചായ കൊടുക്കും. ഇന്ന് ഞങ്ങളുടെ വീടെല്ലാം പൂട്ടിയിട്ടേക്കോ, പുറത്ത് പട്ടിയുടെ പടവും വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ചുന്നു. മര്യാദയ്ക്കുന്നില്ലേ പട്ടി വരുമെന്ന്. 2, ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. ഇത് താൻ യാഗപീഠം. ഇസ്രായേലിൻ്റെ പഴയ നിയമ ആരാധനയുടെ പ്രത്യേകത, അവരെന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും എന്ത് ആഹാരം കിട്ടിയാലും അവർ ദൈവസന്നിധി സ്തോത്രം ചെയ്യും. ഞങ്ങളെപ്പോലുള്ള ഭാഷമാരാന്ന് എന്ത് കണ്ടാലും ഉടനെ വെട്ടിപ്പിടുങ്ങും. മനസ്സിലാകുന്നവർക്ക് ആ സ്തോത്രം. അവനൊരു ഉടുപ്പിട്ടാലും സ്തോത്രം ചെയ്യും, കുഞ്ഞുങ്ങൾ മടങ്ങി വന്നാലും സ്തോത്രം ചെയ്യും, സന്ധ്യയ്ക്ക് തിരി ഒരുത്തിയും. ഇന്ന് പ്രാർത്ഥന വല്ലതും ഉണ്ടോ? എവിടെ കുടുംബ പ്രാർത്ഥന? എല്ലാം പോയല്ലോ, സന്തോഷമില്ലല്ലോ. കർത്താവിന് വേണ്ടി പണ്ട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ബദേൽപുരത്തും മലയങ്കാവിലും അത് കഴിഞ്ഞ് നിലമാമൂടും കന്നുമാമൂടും കാരക്കോണവും നമ്മുടെ ഇവിടെ എല്ലാം കോട്ടുകോണം ഇറങ്ങി അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഓലപ്പരെ കിടന്ന് നിലവിളിച്ച് CISI ആവട്ടെ പെന്തക്കോസാകട്ടെ എന്തായാലും ഇന്ന് രാത്രി വണ്ടി കയറുക പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. സ്വോത്രം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങൾ പട്ടിണിയാ കട്ടൻ ചീനിയാന്നൊക്കെ പറഞ്ഞു. ദൈവം എല്ലാത്തിനെയും അനുഗ്രഹിച്ചിപ്പോൾ നല്ല വീട് 4 മുറിയും കൊടുത്തു. ഹിന്ദിക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ഹം ദോ അമാരേക്കോ ദോ ബച്ച. മനസ്സിലാകുന്നവർക്കായി നാം 2 നമുക്ക് 2. സ്വോത്രം. ഇന്ന് പ്രാർത്ഥനയൊന്നുമില്ല. സ്വോത്രം. അമ്മാമ്മ 1 മുറി, അച്ചായൻ 1 മുറി, കുഞ്ഞുങ്ങൾ ഓരോ മുറി. സന്തോഷമില്ലല്ലോ. വൈകിട്ടാകുമ്പോൾ വൈഫൈ ഓണാക്കും, എല്ലാം ഞെക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് അമ്മാമ്മ ചപ്പാത്തി ഉണ്ടാക്കും, വെജിറ്റബിൾ കറി ഉണ്ടാക്കും. പിള്ളേരെ വിളിക്കാനൊന്നും ശബ്ദമൊന്നുമില്ല. അതുകൊണ്ട് വാട്സപ്പിൽ ഒരു വോയിസ് ക്ലിപ്പ് ഇടും. 8:30 താഴേക്ക് വരാം, ഡൈനിങ് ടേബിളിൽ വെജിറ്റബിളും ചപ്പാത്തിയും. കരമുയർത്തുന്നവർക്കായി വോയിസ് ക്ലിപ്പ്. മനസ്സിലാക്കുന്നവർക്കായി ഒറ്റ കുടുംബത്തിനകത്ത് പ്രാർത്ഥനയില്ല. പെന്തിക്കോസാകട്ടെ CSI ആകട്ടെ തന്ന ദൈവത്തിന് തിരിച്ചെടുക്കാൻ അറിയാം. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി നമ്മുടെ ഭാഷമാർക്കൊന്നും സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇച്ചിരി ദൂരോട്ടേക്കാം. ചില ഭാഷമാരാന്നെ ഉടുപ്പേ പിടിക്കും, അതുകൊണ്ട് ഇച്ചിരി ദൂരെ നിൽക്കാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. വെള്ളറുടെയിൽ അങ്ങനെ കുഴപ്പം വരത്തില്ല. സ്വോത്രം. ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തെ, എൻ്റെ അപ്പൻ 40 വർഷം ഉപദേശിയായിരുന്നു, എൻ്റെ അമ്മ മർത്തമറിയ സമാജത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. എനിക്ക് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ 4 സഹോദരിമാരായിരുന്നു. ഞങ്ങൾ 5 പേര് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരാൾ BSc നേഴ്സ്, ഒരാൾ എഞ്ചിനീയറിങ്, അത് കഴിഞ്ഞിട്ട് ഒരാൾ B.Edന്, ഒരാൾ TTC, ഇതൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാനും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഞങ്ങളുടെ ഒരു ഓടിട്ട വീടായിരുന്നു. സന്തോഷമില്ലല്ലോ. ഇന്ന് ഭാഷമാരെല്ലാം പറഞ്ഞ് ഞങ്ങൾ വെള്ളിക്കരണ്ടിയായിട്ട് വന്നതാണ്. സ്വോത്രം. ഒന്നുമില്ല. അവനങ്ങ് പിന്നെ ചീരയെല്ലാം കഴിച്ചവന്മാരായിരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെ ഞാൻ ഓടിട്ട വീടിൽ ഒരു കട്ടിലേ ഉള്ളായിരുന്നു. സന്തോഷമില്ലല്ലോ. ആ കട്ടിലിൻ്റെ പ്രത്യേകതയുണ്ട്. ഇന്നത്തെ കണക്ക് പ്ലാസ്റ്റിക് അല്ല, കയറ് പറഞ്ഞ കട്ടിലാവും. 6:30 ആകുമ്പോൾ അപ്പൻ കട്ടിലേ കയറുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും, കിർ കിർ. അതിൻ്റെ അർത്ഥം മണിയടിയല്ല, സ്കൂളിൽ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കണമെന്ന്. മനസ്സിലാകുന്നവർക്കായി ഞങ്ങൾ കുളവരമ്പത്തെ മാക്രിയുടെ കണക്ക് താഴെയിരിക്കും. ഒരു സങ്കീർത്തനം, ഒരു പാട്ട്. ആദ്യത്തെ പാട്ട് ഇന്ന് പകൽ മുഴുവൻ വന്ദനമേശു പരാ. ഇന്ന് പെന്തിക്കോസുകാരുടെ പാട്ട് ലജ്ജാവതി എന്നിൻ്റെ കള്ളക്കട കണ്ണിൽ എല്ലാത്തിനെയും കർത്താവ് ഒതുക്കും. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി അത് കഴിഞ്ഞിട്ട് 5:30 രാവിലെ അടുത്ത പാട്ട് മനമേ പക്ഷി കിണങ്ങ്. ഇന്ന് ജലാച്ചായൻ അമ്മമാർ പറഞ്ഞ പവർവിഷം പാടുമെന്ന്. സ്വോത്രം. നീ കൈയും കാണിച്ചുകൊണ്ടിരി. TV തൊടലെ. ഇന്നത്തെ കാലത്ത് ഇടിമിന്നല്ല, ഷോർട്ടായിട്ട് നിൻ്റെ അവസാനം നിൻ്റെ ആഫീസ് പൂട്ടും. മനസ്സിലാകുന്നവർക്കായി കാവാലം പറഞ്ഞതുപോലെ സ്വോത്രം. TV-യിലേക്ക് കൈ നീട്ടുക. പുതിയ ചുറ്റൂട്ട വന്നിരിക്കുക. TV-യിലേക്ക് കൈ നീട്ടുക. TV കൈ നീട്ടല്ല എൻ്റെ പൊന്നമ്മ. കൊല്ലാനും ഇടിയൊക്കെ ഉണ്ട്. അതിൻ്റെ ബോർഡെങ്ങാനും അടിച്ചു പോയാൽ കയ്യും കരിഞ്ഞു പോകും. സ്വോത്രം. എന്താ അതിൻ്റെ പ്രത്യേകത? അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു കഞ്ഞിയും കിട്ടും, ഇച്ചിരി ചീനി നുറുക്കും കിട്ടും, ഒരു കാരലും കിട്ടും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇന്ന് പിള്ളേരുടെ അടുത്ത് ഒന്നും പറയല്ലേ. പിള്ളേരെ 2 കാർഡാണ്, കാരക്കോണത്ത് അൽപ്പകാം കുഴിമന്തി. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഇന്ന് രാത്രി കുടുംബ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അനാഥമായി പോകരുത്. നിങ്ങൾ 2 പേരേ ഉള്ളൂ. സഹോദര സഹോദരി, അച്ചായ അമ്മാമ്മ, അപ്പച്ച അമ്മച്ചി, കുഞ്ഞുങ്ങൾ വിദേശത്താണ്ടോ, നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളുടെ വീട്ടിൽ 2 പേരേ ഉള്ളൂ. താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് പാടി ഒരു വാക്ക് സ്വോത്രം ചെയ്താൽ നിന്നെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി
രാത്രി CSIക്കാരാകട്ടെ, ബന്ധിക്കോസുകാരാകട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന മടങ്ങി വരട്ടെ. പിതാക്കന്മാർ ഉയർത്തിയ വചനത്തിന് വേണ്ടി വൈകിട്ടും രാവിലെയും ഒരു വാക്ക് പാട്ടുപാടി ദേശത്തിന് വേണ്ടി അനുഗ്രഹം കൊടുത്ത് കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കുക, കരുത്തുറ്റ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ഇന്ന് രാത്രി ഒരു കൂട്ടത്തെ വെള്ളറടയിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാകട്ടെ. തൻ്റെ ജനം താഴ്മയോടെ ഇരുന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നിലവിളിക്കാൻ തയ്യാറുണ്ടെങ്കിൽ യഹോവ ഇരേ ദൈവസഭയോട് ഇന്ന് രാത്രി ഞാൻ ഒരു ദൂതങ്ങ് പറയുക. ആത്മാവിൽ തൻ്റെ ജനം താഴ്മയോടെ ഇരുന്ന് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ഒരു ശുഭകാലം നമ്മുടെ സഭകളിൽ തരുക. കരമുയർത്തുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാർ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാർ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്ന യുവാക്കൾ എഴുന്നേൽക്കട്ടെ. സന്തോഷമില്ലല്ലോ? വി നീഡ് എ ജനറേഷൻ ഫോർ ജീസസ് ക്രൈസ്റ്റ്. സന്തോഷമില്ലല്ലോ? കഞ്ചാവ് അടിച്ച് MDMA അടിച്ച് ബ്രീക്കൻ ബൈക്കിൽ നടക്കുന്നതിനേക്കാളും നല്ലത് നിൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ലോക രാജ്യങ്ങളിൽ യേശുവിനെ ഉയർത്തുക. ഇന്ന് രാത്രി ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് വാർത്തെടുക്കട്ടെ. എൻ്റെ ആഗ്രഹം, ഞങ്ങളൊക്കെ തൊണ്ടവേദനയും നെഞ്ചുവേദനയും എന്ന് കുഴഞ്ഞു വീണാലും വെള്ളറടയിൽ നിന്ന് കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ചെറുകൂട്ടം ചെറുപ്പക്കാര് പരിശുദ്ധാത്മാവ് ഇവിടെ വാർത്തെടുക്കട്ടെ. മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് യുവാക്കൾക്ക് വേണ്ടി സ്തോത്രം. ഇന്ന് രാത്രി ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ സംഹാരകൻ കയറി അമ്മാമ്മ പറവോൻ്റെ കൊട്ടാരം മുതൽ കുണ്ടറ വരെ ആദിജാതന്മാരെ മുഴുവൻ തീർത്തു. എന്നാൽ ഇസ്രയേലിൻ്റെ ഒരു പാളയത്തിലും വന്നില്ല. കാര്യമെന്താ? കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്തിൻ്റെ ശക്തി. ഇന്ന് രാത്രി ഞാനൊരു ദൂതൂടെ ആത്മാവിൽ പറയാം, സന്ധ്യയെങ്കിൽ പ്രാർത്ഥനയുണ്ടോ? രാത്രി 108 ആംബുലൻസ് വരേണ്ട കാര്യം വരത്തില്ല. കരമുയർത്തുന്നവർക്കായി ആത്മാവിൽ വിളിച്ചു പറ. അതുകൊണ്ട് രാവിലെ പാടണം. രാത്രിയിൽ ഞങ്ങളെ കരുതുന്ന ദൈവം, രാവിലെ വിശ്വസ്തയോടെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം. ബാക്കി കൂടെ കേട്ടാട്ടെ. ദൈവത്തിൻ്റെ ദാസന്മാർ ഒരു ഉച്ച സമയത്ത് വന്നു. അബ്രഹാം ഓടിച്ചെന്നു. എന്താ കൊടുത്തതെന്നറിയാമോ? വെള്ളം കൊടുത്തു. സാറായി വിളിച്ചു. ദൂതന്മാർ വന്നിരിക്കുന്ന എന്തുകൊണ്ട്? ഇന്നത്തെ സാറായെന്നേ പറയും. ജോൺസൺ ബേക്കറി പോയി പാർസൽ മേടിക്കാൻ. ഞങ്ങളുടെ സാറ പറഞ്ഞു 3 അടങ്ങഴി മാവുണ്ട്. ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കി അമ്മാമയാ സാറാമാമ. കരമുയരുന്നില്ലല്ലോ? യോഗം കഴിച്ച് കാരക്കോണത്തിൽ എന്നാൽ മതി. 40 രൂപ കൊടുത്ത് 5 എണ്ണം കിട്ടും കുബൂസ്. മനസ്സിലാകുന്നവർക്കായി. വെളിനാട്ടിൽ പോയി ചാപ്പിട്ട ഏവർക്കും അറിയാം. ഉടനെ അബ്രഹാം ഒരു മട്ടൻ കറി ഉണ്ടാക്കി. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയതാരാ? മോഡേണാന്നു, നെയ്യാറ്റിൻകര വിസ്മയാന്നു, കാട്ടാക്കട വിസ്മയ. അവനൊന്നുമല്ല ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത്. അവറാച്ചാന് സാറാമാമ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി പെട്ടെന്ന് ദൈവദാസന്മാർക്ക് കൊടുത്തു. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരിൽ കിട്ടി. നല്ല ഏമ്പക്കവും വിട്ടു. ഉടനെ അബ്രഹാമിനെ സാറെ വിളിച്ച്, എന്താ ഇപ്പോഴത്തെ പ്രശ്നം? അബ്രഹാം പറഞ്ഞു, എന്തെല്ലാം നിങ്ങൾ പറഞ്ഞത്, വീട് കിട്ടും, കാറ് കിട്ടും, മോനെ തെക്കേ അമേരിക്ക വിടുമെന്ന്. സ്വോത്രം. ദാണ്ടിപ്പോൾ സാറായിക്ക് 89, എനിക്ക് 99. കയ്യിലൊരു വാക്കിംഗ് സ്റ്റിക്ക്. സാറായാന്ന് ഇടയ്ക്കിടയ്ക്ക് മൂക്കിൽ ശ്വാസം അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു? കുഞ്ഞുങ്ങളെ ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽ തരി. ഉടനെ സാറ ഉള്ള പേപ്പറുമായിട്ട് വന്ന് നമ്മുടെ SAT ചെന്ന് അവിടുത്തെ കേമാമാടം പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന്. അതിൻ്റെ ഇടയ്ക്ക് ക്രെഡൻസിൽ പോയി ശാന്തമ്മയെ കണ്ടുള്ള പൈസ എല്ലാം മേടിച്ചു. സ്വോത്രം. അത് കഴിഞ്ഞ് 4-5 KJK പോയി. അവരും സ്കാൻ എടുത്തിട്ട് പറഞ്ഞു നോ മോർ പോസിബിലിറ്റി. ഉടനെ ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞു, പാറശാല ഒരു റിലയൻസ് വന്നിട്ടുണ്ട്, എന്തായാലും ഇന്ന് വൈകിട്ട് പോകണ്ട, രാവിലെ പോകണം, ഒരു തൊട്ടിയും മേടിക്കണം, 3 കിലുക്കും മേടിച്ചോളാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഉടനെ സാറ കൂടാരത്തിൻ്റെ വാതിക്കൽ വന്ന് മറഞ്ഞെന്ന് വിചാരിച്ചു. അബ്രഹാം വിചാരിച്ചു 99. ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞു, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇതാ വാഗ്ദത്തങ്ങളുടെ ദൈവം. ഇതുകൊണ്ടാണ് ഇന്ന് രാത്രിയും കത്തി തൊടാതെ വചനം അങ്ങോട്ട് പറഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ കൗണ്ടുകൾ മാറുവാൻ തുടങ്ങി. ആത്മാവിൽ ഒരു ദൂത് പറയാം. നീ ഇന്ന് രാത്രി കരമടിച്ച് ആരാധിക്കുന്നുവെങ്കിൽ നിന്റെ ബ്ലഡിൻ്റെ കൗണ്ടുകൾ മാറ്റാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദാസന്മാർ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സാറായുടെ ഉദരത്തിനകത്ത്, മെഡിക്കൽ സയൻസ് ഭാഷയിൽ ഞാൻ പറയാം, സാറായുടെ ഉദരത്തിനകത്ത് ഫൈബ്രോയിഡോ ഫലോപ്പിയൻ ടിസ്റ്റാ. പക്ഷേ ഈ വചനം അങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്താ? റേഡിയേഷൻ സ്വർഗത്തിൻ്റെ ഇറങ്ങി. മനസ്സിലാകുന്നവർക്ക് അവളുടെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡുകൾ കരിച്ചു, ഫലോപ്പിയൻ ടിസ്റ്റായി. അതുകൊണ്ട് ഇന്ന് രാത്രി കരമുയർത്തി പറയണം, വചനം ഇറങ്ങി വന്നാൽ കരിക്കാത്തതിനെ കരിക്കുക. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിനകത്ത് വളർച്ചകളെ മാറ്റുവാൻ കരമുയർത്തുന്നവർക്ക് കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവത്തിൻ്റെ കരം ഈ ഗ്രൗണ്ടിൽ ചലിക്കുക. അന്യായ കട്ടികളെ മാറ്റുക. ഇന്ന് രാത്രി നിന്റെ തൊണ്ടയ്ക്കകത്തിരിക്കുന്ന തൈറോയിഡിനെ മാറ്റുക. അകത്തിറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി സഹോദരി, ചെറുപ്പക്കാരാ, ലോകം പറയും ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ, നിനക്ക് തലമുറ വരത്തില്ലെന്ന് ദൂട്ടാ പിശാചും പറയും. നാളെ രാത്രി ഇവിടെ യോഗമില്ല. കരമുയർത്തി പറയണോ, എൻ്റെ ദൈവത്താൽ സകലത് സാധ്യ. കരമുയർത്തുന്നവർക്ക് സ്വോത്രം, സ്വോത്രം.
അതൊക്കെ വലിയ സന്തോഷമില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അഞ്ചുമരങ്കാല CSIയിൽ പ്രസംഗിച്ചതാ. അന്ന് രണ്ട് അച്ഛന്മാരുണ്ടായിരുന്നു, ഇസ്രായേൽ തോമസ് അച്ഛനും ഷൈൻ അച്ഛനും. ഇവരൊക്കെ എൻ്റെ വളരെ സുഹൃത്തുക്കളാണ്. അന്ന് പല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അഞ്ചുമരങ്കാലയിൽ ഒരു അത്ഭുതം നടന്നു. കല്യാണം കഴിഞ്ഞ് 13 വർഷമായിട്ട് മക്കളില്ലാത്തവർ ആ കൺവെൻഷനകത്ത് മുട്ടുമടക്കി കരം വെച്ച് ഞങ്ങൾ അനുഗ്രഹിച്ചു. ആശുപത്രികൾ തള്ളി. 2ാം വർഷം നല്ലൊരു ആൺകുഞ്ഞിന് ദൈവം കൊടുത്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എൻ്റെ ദൈവത്തിന് മുഖപക്ഷമില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ യഹോവ സമീപസ്ഥ. നിൻ്റെ വിഷയത്തിനകത്ത് പരിഹാരം തരുവാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. നാളെത്ര കഴിഞ്ഞാലും, ആണ്ടെത്ര കഴിഞ്ഞാലും, വർഷം എത്ര കഴിഞ്ഞാലും നിൻ്റെ പിൻപിലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ അതിനെ നിവർത്തിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. പിറ്റേ വർഷം ഒരു സന്തതി കിട്ടി, ഇസഹാക്ക്, ചിരിയുടെ സന്തതി. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വചനമേറ്റെടുത്താൽ നിൻ്റെ ശരീരത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. വാഗ്ദത്തം ഏറ്റെടുത്താൽ ഇല്ലാത്തതിനെ അകത്തുരുവാക്കാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ. ഒരപ്പനും അമ്മയും എന്താ കൊടുത്ത്? ഒരു നേരത്തെ ആഹാരമാണ് കൊടുത്ത്. ആകെ ഇച്ചിരി തണ്ണി കൊടുത്തു. അതിനുശേഷം കുബൂസും മട്ടൻ കറി കൊടുത്തു. പാസ്റ്റർമാർ മറക്കും, ദൈവദാസന്മാർ മറക്കും, സഭ മറക്കും, കേന്ദ്രം മറക്കും. മറക്കാത്ത ഒരുവൻ ഇന്ന് രാത്രി സ്വർഗത്തിൽ. ഇസ്രായേൽ ജനം ഇസ്രായേലിൻ്റെ പാളയത്തിൽ കട്ടക്കളത്തിൽ ഊഴിയവിചാരകന്മാരുടെ ചാട്ടവാർ അവരുടെ നിലവിളി ഞാൻ കട്ടത് ഞാൻ കണ്ടു. ഇസ്രായേൽ മക്കൾക്ക് ദൈവം എന്ത് കൊടുത്തു? മാറായ പിളർന്ന് മധുരജലത്തെ കൊടുത്തവനാ സ്വർഗത്തിലെ ദൈവം. ബാക്കി ആകാശത്തിൻ്റെ ഉദരച്ചങ്ങടി തുറന്ന് മന്നായ കൊടുത്തവനാ സ്വർഗത്തിലെ ദൈവം. കോട്ടൂക്കോണത്തൊരു വിരുന്നുകാർ വരുമ്പോൾ അമ്മണി ചേച്ചി ഒരു കോഴിയെ പിടിക്കാൻ ബേ 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 കറങ്ങും. എന്നിട്ട് നെല്ലും കൊണ്ടിടും കോഴിക്ക്. പക്ഷേ കോഴിയെ കിട്ടത്തില്ല. പക്ഷേ ഇസ്രായേൽ ജനം രാവിലെ കതക് തുറക്കുമ്പോൾ ഹിന്ദിക്കാരുടെ ഭാഷ ആട്ടുബജി ദർവാദ കോളിനെക്കട്ടയും 8 കിലോ മുറുകി കടാകെ ബാഗർ ഗതാ കിടക്കുന്ന കാടപ്പക്ഷി മനസ്സിലാകുന്നവർക്ക് ഒരപ്പച്ചനും ഒരമ്മച്ചിയും ദൈവത്തിൻ്റെ ദാസന്മാർ ഒരു നേരത്തെ ആഹാരം കൊടുത്തപ്പോൾ 400 പര സംവത്സരം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് ഉദരച്ചങ്ങടിയെ പകർന്നവനാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി കോട്ടുകോണം കേട്ടെ, അവൻ ആർക്കും കടക്കാരനല്ല. നീ കർത്താവിൻ്റെ നാമത്തിൽ ദൈവസഭയ്ക്ക് ഒരു പാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വേലയ്ക്ക് ഒരു ചാക്ക് സിമെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവസഭയ്ക്ക് ഇച്ചിരി മെറ്റിലിറക്കിയെങ്കിൽ, ഒരു ഷീറ്റ് കൊടുത്തെങ്കിൽ, അമ്മച്ചി കരമുയർത്തി പറയണം, നിൻ്റെ തലമുറകളെ കൊല്ലങ്ങളോളം മാനിക്കുന്നവനാ ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി വചനത്തിലേക്ക് മടങ്ങി വരാം. എൻ്റെ ദൈവം ആരുടെയും കടക്കാരനല്ല. അവസാനം ഡൊമേഷൻ ഒരു കൽപ്പന കൊടുത്തു, ഈ വയോധികനെ നാട് കടത്തണം. അമേരിക്കയിലെ ക്യൂബയിലെ കൊണ്ടനാമോ ഭരണകൂടം നാട് കടത്തുന്നത് പോലെ അദ്ദേഹത്തെ നാട് കടത്തി. ഗ്രീസിൻ്റെ തലസ്ഥാനം ഏതൻസ്. അവിടെ ഒളിമ്പിക്സ് തുടങ്ങിയത്. കുഞ്ഞുങ്ങൾ PSC ടെസ്റ്റ് ഇടുന്ന കുഞ്ഞുങ്ങൾ. ഒളിമ്പിക്സ് തുടങ്ങിയത് ഏതൻസിലാണ്. അവിടെ ഒരു നദി ഒഴുകുന്നു, 60 മൈൽ നീളത്തിൽ തേംസ് നദി. പൂവാറിനകത്ത് ദ്വീപ് കിട്ടുന്നതിൽ ഒരു ദ്വീപാണ് പത്മോസ്. 6 മാസത്തിലൊരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. വയോധികനായ യോഹന്നാൻ കൈകാലുകൾ ബന്ധിച്ച് കൈവിറയ്ക്കുന്ന അപ്പച്ചൻ ഒരു പോലീസ് ജീപ്പിൽ നിന്ന് എവിടെ പൂജപ്പുര ജയിലിൽ തട്ടുന്നുള്ളൂ ഒറ്റ കൊണ്ടുപോക്ക് അവിടെ തട്ടി. പടയാളികൾ ഗേറ്റടച്ചു. 5 കാഴ്ച അവിടെ. 1 ആകാശമുട്ട കരിമ്പന, 2 പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, 3 അസ്ഥിക്കഷം വാർന്ന് തിന്നുന്ന പരുന്ത്, 4 തനിക്ക് മുമ്പേ വന്നവരുടെ തലയോട്ടിയുടെ ദുർഗന്ധം, 5 പാറക്കൂട്ട്. വയോധികൻ വിചാരിച്ചു ഇവിടെ ഞാൻ മരിക്കാൻ പോകുക. എന്നാൽ ഇന്ന് രാത്രി കാൽവറി ദർശനം കണ്ടവൻ ഏത് പ്രതിസന്ധിയിലും മുട്ടുമടക്കം. കരമുയർത്തുന്നവർക്ക് ഈ രാത്രി ഭരണ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ഡോണ്ട് ഫോർഗറ്റ് ബാക്ക് ഹിസ്റ്ററി. നേരത്തെ വന്നവൻ്റെ തലയൂട്ടി അവിടെ കിടക്കുന്നു. യോഹന്നാനെ അതല്ല വിഷയം. അവൻ മുട്ടുമടക്കിയ അമ്മച്ചി കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. കരമുയർത്തുന്നവർക്കായി തമ്പേറിലെ ഡ്രം സെറ്റിൽ പാടുവാൻ ആളില്ല. ഒന്നുണ്ട്, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി. ഇന്ന് രാത്രി ഒരു ദൂതൂടെ പറയാം, എന്ത് വിഷയം വന്നാലും പഴയ പുൽപ്പ എന്ന് നമ്മുടെ വീട്ടിനകത്ത് വിരിക്കുമോ, അതിനകത്ത് നിങ്ങളുടെ കണ്ണുനീരിറങ്ങുമോ, അന്ന് രാത്രി സ്വർഗത്തിൻ്റെ കോവണി നമുക്ക് വേണ്ടി ഇറങ്ങി വരും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എന്താ കേരളക്കരയിൽ വിടുതൽ കിട്ടാത്തത്? കേരളക്കരയിൽ എന്തുകൊണ്ട് അത്ഭുതം സംഭവിക്കുന്നില്ല? പഴയതുപോലുള്ള കണ്ണീരില്ല, പ്രാർത്ഥനയില്ല. இந்த நாள்களிலேயே உண்மையான வேதம் சொல்கிறது, குமரி மாவட்டம் அங்கே எல்லாம் சென்றால் அவருடைய கண்ணீர் காண, அப்பா அப்பா இந்த நைட்டுக்கு எனக்கு அருமையான விடுதல் வேணும். அவன் முட்டு மடக்கும். அதுകൊണ്ട് അവിടെ വിടുതൽ ഉണ്ട്. नॉर्थ इंडिया आप लोग जिधर नॉर्थ इंडिया में जाएगा उधर एक मेगा कॉन्फ्रेंस नहीं चाहिए. उधर 40 आदमी बैठेगा. उधर अपने परमेश्वर का बात में एक धन्यवाद बोलेगा तो उधर अच्छा मौका मिलेगा. മനസ്സിലാകുന്ന
മനസ്സിലാകുന്നവർക്കായി യേശുവിൻ്റെ നാമത്തെ കൽപ്പിച്ച ഭൂതങ്ങൾ ആ സെക്കൻഡ് പുറത്തു പോകും. സ്വോത്രം. അവന് വിശ്വാസമുണ്ട്, ഞങ്ങളുടെ ദൈവം വിടുവിക്കുന്ന ദൈവം. സ്വോത്രം. അതുകൊണ്ട് കേരളത്തിൽ ഇന്ന് പ്രാർത്ഥനയില്ല. തമിഴ്നാട്ടുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജപത്തെ കൊടുക്കുന്നത് യാരുമേ ഇല്ല. നീ കണ്ണുനീരോടെ മുഴങ്കാൽ മടക്കി പഴയ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീർ വീഴുമ്പോൾ സ്വർഗത്തിൻ്റെ കോവണി ഇറങ്ങി വരും. യോഹന്നാന് വേണ്ടി ദൈവം വഴികളെ തുറന്നു. കാൽവറിയിൽ 186 മുള്ളുള്ള കിരീടം, 39 അടികൾ, പീലാത്തോസിൻ്റെ 3 ആണികൾ, പെരിട്ടോണിയസിൻ്റെ ചാട്ടവാറിൽ കാണപ്പെട്ട യോഹന്നാൻ പത്മോസിൽ യേശുവിനെ കാണുന്നത് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാൽ ഉലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കൈ യോഹന്നാൻ മുട്ടുമടക്കി കരം തൊട്ട്, മോനെ, ആദ്യൻ അന്ത്യൻ, ആൽഫ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോൽ എൻ്റെ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതി. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറനീക്കി പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. അപ്പോക്കാലിപ്സ് 404 വാക്യം 22 അധ്യായം. രംഗപടത്തിന് പിൻപിൽ യുഗത്തിൻ്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ യഹൂദൻ്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 പിശാചിൻ്റെ തൃത്വം, 14 സിയോൻ മലയിലെ കുഞ്ഞാട്, 15 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിൻ്റെ വീണകൾ, 16 7 കാകളം, 7 കലശം, 7 ദൂതന്മാർ, 17 മഗതിയാം ബാബിലോൺ, 18 വ്യാപാര ബാബിലോൺ, 19 കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ, 20 അന്തിമയുദ്ധ കർമ്മഗതോൾ, 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു, 1-ാമത്തെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയി, 22 മക്കളെ, ബിഹോൾഡ് ഐ ആം കമ്മിങ് സൂൺ, ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, നീതിമാൻ കരയട്ടെ, വിശുദ്ധൻ ഒരിക്കൽ കൂടി സഭയിൽ മുട്ടുമടക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. പുസ്തകം മുദ്രയിടുക. ഇതാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ഇന്ന് രാത്രി വെളിപ്പാട് 6:1-2 കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര. ഇവിടം തൊട്ട് പ്രഭാഷ വിശുദ്ധ ബൈബിളിൽ 10 യുഗങ്ങൾ. ശ്രദ്ധയോടെ 10 ഡിസ്പെൻസേഷൻസ് ഇലാമിനേറ്റഡ് അവർ ബൈബിൾ. ഇവിടെ ആ ചിന്ത. 1-ാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം. ആദിയിൽ ദൈവം ആകാശം ഭൂമി. ആദിക്ക് പിൻപിൽ ഒരു യുഗമുണ്ട്, അനാദി. അനാദിയിൽ ദൈവം ആരെ സൃഷ്ടിച്ചു? ദൂതന്മാർ. 3 പേരായിരുന്നു ദൂത സംഘത്തിൻ്റെ ലീഡർ. 1 കമാൻഡർ മീക്കായേൽ, 2 കൊറിയർ സർവീസ് പോസ്റ്റ്മാൻ ഗബ്രിയേൽ, പിന്നെ 3-മതൊരുവനുണ്ടായിരുന്നു ആരാധനാ സംഘത്തിൻ്റെ ലീഡർ. അവൻ്റെ പേരായിരുന്നു ലൂസിഫർ. ലൂസി പ്രകാശം, പെർ രശ്മി. ആ പ്രകാശരശ്മി അവനാ കർത്താവിനോട് മത്സരിച്ച് ഞാൻ മേലോട്ട് കയറും, നിന്റെ സിംഹാസനത്തിലിരിക്കും. ഒറ്റ വെട്ട് അവനാ ദൂതൻ വീണുപോയി. ആ വീണ ദൂതനാ പിശാച്. അതുകൊണ്ട് ചർച്ചിലൊരു പാട്ട് പാടും, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. മനസ്സിലാകുന്നവർക്കായി പത്രോസ്ലീഹ വീണ്ടും എഴുതി, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം അന്ധതമസിനകത്താക്കി. ദൂതന്മാരുടെ യുഗം. 2 നിൽക്കൽ മഷ യുഗം. ആ ഏദൻ്റെ പൂങ്കാവനത്തിൽ ഹൗവ കൊടുത്ത് ഫലം ആദം ഭക്ഷിച്ചു, രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തി. 3 മനസാക്ഷി യുഗം. ഒരമ്മയുടെ ഉദരത്തിൽ 9 മാസവും 9 ദിവസവും 9 വിനാഴികയും നൊന്ത് പ്രസവിച്ച 2 കുഞ്ഞുങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി വന്നു. കായീൻ ഹാബേലിനെ വെട്ടിക്കൊല്ലുന്നു. സ്വർഗം ചോദിച്ചു, കായീനേ, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? സ്വർഗത്തിനോട് അവൻ മറുതലിച്ചു, ഞാൻ അവൻ്റെ കാവൽക്കാരനോ. അപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിച്ചു. 4-ാമത്തെ യുഗം ന്യായപ്രമാണ യുഗം. ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത എല്ലാവരും കേട്ടാട്ടെ. സീനായുടെ മലയിൽ മോശയെ കൊണ്ടുവന്നു. 750 പ്രമാണം, 10 കൽപ്പന, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എന്തിനെ ആരാധിക്കണം. മോശയുടെ കാലത്ത് കൽപ്പനകൾ എറിയുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അവസാന കണ്ണിയെ ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. 5-ാമത്തെ യുഗ സങ്കലന യുഗം. യോഹന്നാൻ വരുമെന്ന്, യോഹന്നാൻ്റെ തല താലത്തിലിറക്കുമെന്ന് ബൈബിളിനകത്ത് വ്യക്തമായി. അതിനാസ്പദമായി നമ്മുടെ കരങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ദൈവമക്കൾ ശ്രദ്ധയോടെ ഗഹനത്തോടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 66 പുസ്തകങ്ങളാണ്. ബൈബിളിനകത്തൊരു മിനി ബൈബിളുണ്ട്. അതാ യെശയ്യാ 39 നിഴൽ, 40 പൊരുൾ. യെശയ്യാ 40 വിളിച്ചു പറയുന്നു, കേട്ടോ, ഒരുവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു, സർപ്പസന്തതികളെ, വരുവാനിരിക്കുന്ന കോപ ദിവസത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് യഹോവയ്ക്ക് വേണ്ടി വഴിയൊരുക്കുവേൻ. ആരാ പ്രസംഗിച്ച്? യോഹന്നാൻ. ഇന്ന് സഭയിലങ്ങ് അയ്യോ പാഷന്മാരെ സർപ്പസന്തതികളെന്നൊന്നും പറയല്ലേ, നല്ല ഉരുളം കല്ല് തലേ വീട്. സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് നാൽക്കൽ ഞങ്ങൾ പേശിയത് ഉണ്മയാന മക്കളെ, അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ സന്തോഷമില്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് സർപ്പസന്തതികൾ. അതിൻ്റെ സങ്കലന യുഗത്തിൽ യോഹന്നാൻ്റെ തല താലത്തിലിറക്കപ്പെടും. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ വന്നു. അവൻ ബേഥലഹേമിൽ ജനിച്ചു, മാതാപിതാക്കളുടെ നടുവിൽ വളർന്നു. 30-ാമത്തെ തിരുവയസ്സിൽ യോർദാനിൽ സ്നാനം, 33-ര തിരുവയസ്സിൽ അവൻ പരമയാഗമായി. അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ അവൻ അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ
പ്രകാരം ഉയർത്തെഴുന്നേറ്റു. 40-ാം ദിവസം ശിഷ്യന്മാരെ ഉലൂമലയിൽ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മേഘം താഴേക്ക് വന്നു. മേഘത്തട്ടുകളിൽ എടുക്കപ്പെട്ടു സങ്കലനയുഗം. ശിഷ്യന്മാരെല്ലാം കൂടി ഇപ്പം വല്ലാത്ത ലെവലിലായി പോയി. സെൻട്രൽ പാസ്റ്റർ പോയി, ലോക്കൽ പാസ്റ്റർമാർ കൈ കൊടുത്ത് നിൽക്കുകയാണ്. അന്നേരം 2 ദൂതന്മാർ താഴേക്ക് വന്നു. ഗലീല പുരുഷന്മാരെ, യേശുവിൻ്റെ അപ്പോസ്തലന്മാർ ലൂക്കോസ് ഒഴിച്ച് ബാക്കി എല്ലാവരും മീൻപിടുത്തക്കാരായിരുന്നു. അതുകൊണ്ട് ആ ഗലീല മീൻപിടുത്തക്കാർ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? യേശു പോയി, ഭാരപ്പെടേണ്ട, നിങ്ങൾ നേരെ തമിഴ്നാട് നെയ്യാറ്റിൻകര, പൂവാർ, അത് കഴിഞ്ഞിട്ട് തിരുനെൽവേലി എല്ലായിടത്തും പോയി സുവിശേഷം പറയാൻ. ശമരിയയിലും യഹൂദിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം വിശ്വാസ സാക്ഷികളാകുമേ. അതിനുശേഷം പറഞ്ഞതാ, ദൂതന്മാർ പറഞ്ഞു, അവൻ പോയതുപോലെ മടങ്ങി വരും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന്, നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യേശു മടങ്ങി വരും. 6-ാമത്തെ യുഗമാ, അതാ കൃപായുഗം. 120 പേർ സഗിയോൻ മാളിക മുറിയിൽ. അത് പുറകെയും വായിക്കും. 107 വിശ്വാസ സമൂഹം, യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചി, 12 അപ്പോസ്തലന്മാർ. 1 യൂദ ഉണ്ടായിരുന്നു, അവൻ പോയി. പകരം മത്തിയാസിനെ കൊണ്ടുവന്നു. 120 പേർ പെന്തക്കോസ് പെരുന്നാളിൽ സഗിയോൻ മാളികയിൽ മുട്ടുമടക്കുമ്പോൾ വാഗ്ദത്തത്തിൻ്റെ ശക്തി വന്നു. ആ യുഗത്തിൻ്റെ പേരാ കൃപായുഗം. സ്തോത്രം. ഈ കൃപായുഗത്തിൽ ദൈവസഭ എടുക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ പാടുന്ന കർത്തൃദാസം എഴുതുന്നത് പാടും, കൃപായുഗം തീരാറായി, കന്തൻ വരാറായി, രക്ഷയുടെ വാതിൽ അടയാറായി. കൃപായുഗത്തിൽ 1-ാമത്തെ കാര്യം, ദൈവസഭ എടുക്കപ്പെടും. ആരാ? പെന്തിക്കോസാന്നോ, CSI ആന്നോ, മർത്തോമയാന്നോ, അതെല്ലാം ഡിനോമിനേഷൻ. ഏതാ ദൈവസഭ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാ ദൈവസഭ. എങ്ങനെ എടുക്കപ്പെടും? മലയാളം, നമ്മുടെ നാടൻ ഭാഷ. കാരക്കോണത്തെ കുഞ്ഞമ്മാമ്മയെ പിടിക്കാം. സ്വോത്രം. കുഞ്ഞമ്മാമ്മ ഇടയ്ക്ക് ട്രോളിംഗ് ആയിരുന്നു, മീനില്ലായിരുന്നു. അത് നാടൻ മലയാളം പറയാം, ഇംഗ്ലീഷ് പറയണ്ട, റാപ്ചർ നമുക്ക് പറഞ്ഞു തരാം. അപ്പം വിഴിഞ്ഞത്തുനിന്ന് ട്രോളിംഗ് എല്ലാം കഴിഞ്ഞ് ചെറുപ്പക്കാരൻ രാവിലെ വന്നു, നല്ല കീ ആയിട്ട്. കുഞ്ഞമ്മാമ്മയോട് പറഞ്ഞ്, നല്ല നെത്തോലി ഉണ്ട്, ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞ് മുഴുത്ത നെത്തോലിയാണ്. ആ സമയത്ത് 200 രൂപയ്ക്ക് നെത്തോലി മേടിച്ചു. മോകളോട് പറഞ്ഞ്, രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കടലയും അത് കഴിഞ്ഞ് ചപ്പാത്തിയും കഴിച്ചിട്ട് 10 മണിക്ക് നമുക്ക് മീൻ വൃത്തിയാക്കാം. മോള് പേറ്റു. 10 മണിയായപ്പോൾ കുഞ്ഞമ്മാമ്മ 2 ചട്ടിയായിട്ട് മുരിങ്ങയുടെ ചവിട്ടിപ്പോയി. ക്ഷണിക്കാത്ത ഒരു അതിഥി വന്നു, അവൻ്റെ പേരാ പരുന്ത്. മനസ്സിലാകുന്നവർക്കായി മോളെ എല്ലാം ഏൽപ്പിച്ചു. കുഞ്ഞമ്മാമ്മ മീൻ വെട്ടി, മോള് കഴുകി, തലയെല്ലാം ഇട്ടിട്ട് മോളോട് പറഞ്ഞു, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചോളാം, നീ ഒരു കാര്യം ചെയ്യണം, കോഴിക്കൊച്ചുങ്ങളെ തുറഞ്ഞു വിടണമെന്ന്. മനസ്സിലാകുന്നവർക്കായി. കുഞ്ഞമ്മാമ്മയുടെ മോടെ പേരായിരുന്നു ജ്യോതി. എല്ലാ ശ്രദ്ധയോടെ കേട്ടാട്ട് കുഞ്ഞുങ്ങളെ കോഴിക്കൂട്ടയും നമ്മുടെ കാരക്കോണം ബ്ലോക്ക് പഞ്ചായത്ത് കൊടുത്ത 20 കുഞ്ഞുങ്ങൾ കിടക്കുക. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. ജ്യോതി മോള് കോഴി കുഞ്ഞുങ്ങളെ തുറന്നു വിട്ട് പെട്ടെന്ന് ഫേസ്ബുക്ക് നോക്കാൻ പോയി. അവസരം തക്കത്തിൽ ഉപയോഗിക്കാം. മനസ്സിലാകുന്നവർക്കായി. കോഴിക്കുഞ്ഞുങ്ങൾ വീണ്ടും തല തിന്നപ്പോൾ ആരിറങ്ങി? പരുന്ത്. 3 കുഞ്ഞുങ്ങൾ ഒരു കാല്, 3 കുഞ്ഞുങ്ങൾ മറ്റേ കാല്. ഒരൊറ്റ പിടി. കോഴിക്കുഞ്ഞുങ്ങൾ ഒരൊറ്റ നിലവിളി, കിയോ കിയോ. പരുന്ത് അതിൻ്റെ വഴിക്ക്. കുഞ്ഞമ്മാമ ഇറങ്ങിയിട്ട് ഒറ്റ നിലവിളി. 6 എണ്ണത്തിനെ കൊണ്ടുപോയി കരമുയർത്തുന്നവർക്കായി. ഇതാ കർത്താവിൻ്റെ വരവ്. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ മനുഷ്യൻ രൂപാന്തരപ്പെടും. ആസ്പദമായി. പെന്തിക്കോസുകാർക്കൊന്നും സന്തോഷമില്ല. കർത്താവ് ഈ തലമുറ വരാൻ പോവുക. ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല. അമേരിക്കയിലെ കാർ സ്റ്റിക്കർ ഒട്ടിച്ചു. എന്താ സ്റ്റിക്കർ എന്നറിയാമോ? ചില കാറുകളിൽ ആമേ ജീസസ് ബിലീവർ. അതിൻ്റെ അർത്ഥം, കുഞ്ഞ്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാ. ഏതെങ്കിലും സമയത്ത് കാകളം കേട്ടാൽ ഞാൻ പറന്നു പോകും, നീ ഗുണപ്പെട്ട അല്ലെങ്കിൽ നീ പരിപാടിയാവുമെന്ന്. സ്തോത്രം. 2, തിരുവനന്തപുരം നാഗർകോവിൽ പാസഞ്ചർ. ഇതിലേ കൂടെ പോകുന്നത്. പണ്ട് ഒരു ലോക്കേ ഉള്ളായിരുന്നു, ഗൂ തീവണ്ടി. മനസ്സിലാകുന്നവർക്കായി. ഇന്ന് തിരുവനന്തപുരം നാഗർകോവിൽ 2 ട്രെയിനകത്ത് 2 ലോക്കോ. പാറശാല ഇരണിയിൽ കൂടെ കയറിയപ്പോൾ കടലിൻ്റെ മേളിൽ കൂടെ, ആറ്റിൻ്റെ മേളിൽ കൂടെ പോകുമ്പോൾ ഈ അവൻ ഗുണപ്പെട്ടവനെ കാകളം കേട്ടാൽ അവനങ്ങ് പോകും. എല്ലാം കൂടെ ട്രെയിൻ പെരുമൺ ദുരന്തം കടന്നുപോലെ താഴെ കിടക്കും. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. നിങ്ങൾ പ്ലെയിൻ നമ്മുടെ ചാക്കയുടെ അടുത്ത് അനന്തപുരി ചെല്ലണം. പ്ലെയിൻ എല്ലാം കിടപ്പുണ്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ പ്ലെയിനാണ്. വെള്ളറുടെ ബസ് സ്റ്റാൻഡിൽ വണ്ടി കിടക്കുന്നുള്ള തിരുവനന്തപുരത്ത് പ്ലെയിൻ. മനസ്സിലാകുന്നവർക്കായി. പ്ലെയിൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കണം. 2 കിളി ഇരിപ്പുണ്ട്. പൊന്തമാവേലെ കിളിയല്ല, കിളി കീഴല്ല, 2 പൈലറ്റ്. മനസ്സിലാകുന്നവർക്കായി. അതിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ ദിവസം ഞാൻ ഊരൂട്ടമ്പലത്തിനടുത്ത് കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ പൈലറ്റ് കുടുംബമായിട്ട് പ്രസംഗം കേൾക്കാൻ വന്നു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അപ്പം ഞാൻ ചോദിച്ചു, സാറേ ഇപ്പോൾ ഏത് റൂട്ടാണ്? ഞാൻ നമ്മൾ പറയുന്ന പോലെ തിരുവനന്തപുരം വെള്ളറുടെയോ കളിക്കാവിളയോ എന്നാ ചോദിച്ചത്. സ്വോത്രം. അന്നേരം പുള്ളിക്കാർ പറഞ്ഞതാ, ഒരു ദിവസം തിരുവനന്തപുരം സലാല മസ്കറ്റ്, പിറ്റേ ദിവസം ദുബായ് റൂട്ട്. സ്വോത്രം. അപ്പം ഞാൻ ചോദിച്ചു, തിരുവനന്തപുരം മസ്കറ്റ് എത്ര? 3 മണിക്കൂർ 35 മിനിറ്റ്. ഞാൻ ചോദിച്ചു, കൂടെ ആരെങ്കിലും ഉണ്ടോ? പാസ്റ്റർ അറിയാമല്ലോ, കൂടെ ആൾ വേണമെന്ന്. സന്തോഷമില്ലല്ലോ. അപ്പം വീണ്ടും ഞാൻ ചോദിച്ചു, തിരുവനന്തപുരം ദുബായ്, അത് 3:55. അപ്പോൾ ഈ സഹോദരി പറഞ്ഞാൽ, ഞാൻ അങ്ങോട്ട് കയറി ഒരു ലിപ്റ്റൺ കാപ്പിയും കുടിക്കും, ഒരൊറ്റ പോക്ക്. സന്തോഷമില്ലല്ലോ. നാഗർകോവിൽ വണ്ടി പോകുന്ന പോലെ 3:45 തൊട്ട് സലാലയിൽ ഇറങ്ങും. അവിടെ 55 മിനിറ്റ് സ്റ്റേ, ഒരു സാൻഡ്വിച്ചും കഴിക്കും, ഒരു വെള്ളവും കുടിക്കും. വീണ്ടും തിരുവനന്തപുരത്തേക്ക് വെള്ളറുടെ വണ്ടി പോകുന്ന പോലെ. സ്വോത്രം. അപ്പം ഞാൻ ചോദിച്ചു, കൂടെ ആളെ എന്തിനാണ് നിർത്തിയിരിക്കുന്നത്? പാസ്റ്ററിന് അറിയാമല്ലോ, കടലിൻ്റെ മേളിൽ കൂടെ കാണും പറക്കുമ്പോൾ വാതിൽ തുറന്ന് ഞാൻ പോയാൽ 180 എണ്ണോ പറപോൻ ഉപ്പുവെള്ളം കുടിക്കുന്ന പോലെ താഴെ കിടക്കും. സന്തോഷമില്ലല്ലോ. പെന്തിക്കോസുകാരെ ഇന്ന് രാത്രി കേട്ടോണം. സ്വോത്രം. ഇവിടെ ട്രെയിനകത്ത് 2 ലോക്കോ, പ്ലെയിനകത്ത് 2 പൈലറ്റ്, അമേരിക്കയിലെ കാർ സ്റ്റിക്കർ.
കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല. അവർക്ക് ട്രെയിൻകാർക്ക് മനസ്സിലായി, പ്ലെയിൻകാർക്ക് മനസ്സിലായി, നമ്മുടെ ഇവിടുത്തെ കോട്ടുകോണത്ത് അമ്മാമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ല. സ്തോത്രം. ഏത് സമയത്തും കാകളം ധ്വനിക്കും. കൃപായുഗത്തിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇവിടെ ഒരു അന്തിമ യുദ്ധം വരും. അതാ ഇസ്രയേലിനെതിരെ അറബ് രാജ്യങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് വരും. അതാ ദോഹയിലെ ഉച്ചകോടി. ഇന്ന് അറബ് രാജ്യങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, റഷ്യ ഞങ്ങൾക്ക് മേധാവിയായിരിക്കണം. ഇവിടെ ഒരു ഭാഗം നിങ്ങൾ ചിന്തിക്കണം, വചനം ക്ലിയറായി. 2024 അമേരിക്കയിൽ ട്രംപ് ഭരണത്തിൽ വരാൻ തുടങ്ങിയപ്പോൾ പലസ്തീൻ്റെ നേതാവ് മഹ്മൂദ് അബ്ബാസ് റഷ്യയെ ചെന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളെ നയിക്കണം. 2025 ഹമാസിൻ്റെ ലീഡേഴ്സ്, ഇതെല്ലാം പിള്ളേരുടെ പ്രസംഗിച്ചു തരാം, യാഗിയ സിൻബർ, ഇസ്മായിൽ ഖനിയ, അവരെല്ലാം മാറ്റപ്പെട്ടപ്പോൾ ഹമാസിൻ്റെ പോരാളികൾ ചെന്നു റഷ്യയോട് പറഞ്ഞു, സാറേ നീ ഞങ്ങൾക്ക് മേധാവിയായി തീരണം. അതാ 3 പേര് കൈ കൊടുക്കുന്നു, റഷ്യ, ചൈന, വടക്കൻ കൊറിയ. മനസ്സിലാകുന്നവർക്കായി മാഗോഗ്. നമ്മുടെ ബൈബിളിനകത്ത് ഇതെല്ലാം ഉണ്ട് മക്കള്. എസക്കേൽ 38:7-8. ഇസ്രായേൽ. ഇന്ന് ലോക രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന യഹൂദൻ കരയും. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. ലാറ്റർ ഡേയ്സ്. എവിടെ? ആരാ? നീ അവർക്ക് മേധാവിയാകും. റഷ്യ വാളിനൊഴിഞ്ഞു പോയതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് ഇത് അവസാനം വരും. ഇസ്രായേൽ പർവ്വതനിരകൾ. അതിൻ്റെ പേരത്ര 3-ാം ലോകമഹായുദ്ധം. അങ്ങനെയെങ്കിൽ അതാരംഭിക്കുന്നതിന് മുമ്പ് കോട്ടുകോണത്തൊരു സംഭവം നടക്കും. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത് എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി കാന്തൻ മടങ്ങി വരും. സ്തോത്രം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വെള്ളറുടെ യഹോവയിലെ പ്രസംഗിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ബാക്കി അവിടെ പ്രസംഗിക്കുന്നത്. കൃപായുഗത്തിൽ 3-ാം ലോകമഹായുദ്ധം നടന്നാൽ ഇവിടെ ഒരു സംഭവം നടക്കും. ഒരുവൻ ഭരണത്തിൽ വരും. ഇനി ആ ഇസ്രയേലിലേക്ക് നേരെ പോകുക. 1-ാം ലോകമഹായുദ്ധം. ഇവിടെ ഒരു സംഭവം നടന്നു. ഏറ്റവും നിർണായകമായി ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാഷ്ട്ര സംഘടന. 2-ാം ലോകമഹായുദ്ധം 39 മുതൽ 45 വരെ യുണൈറ്റഡ് നേഷൻസ്. ഇനി 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ഇസ്രയേലിനുമായിട്ടൊരുവൻ കരാർ വരണം, പലസ്തീനുമായിട്ടൊരുവൻ കരാർ വരണം. അവരെ 2 പേരെയും കൈകാര്യം ചെയ്യുവാൻ വെള്ളക്കുതിരയുടെ പുറമോടിയായിട്ട് ഒരുവൻ വരും. അതാ ഇസ്രയേലുമായിട്ട് കരാർ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടം തൊട്ട ചിന്ത 1948 മെയ് 14 ഇസ്രയേൽ സ്വതന്ത്രമായി. ഡേവിഡ് ബെൻഗൂറിയോൻ 6 കാലുള്ള വെള്ളപ്പതാകെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു. ഇസ്രയേലിലെ 1-ാമത്തെ പ്രസിഡന്റ്. അന്ന് 22,700 കിലോമീറ്ററായി ഇസ്രയേൽ, 671 കിലോമീറ്റർ കിഴക്കൻ ജെറുസലേം. ഇതാ അറബികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ച് അപ്പുറത്ത് കിടപ്പുണ്ട് 6,750 കിലോമീറ്റർ പലസ്തീൻ. പലസ്തീൻ്റെ പ്രത്യേകത 1 നസറേത്തുണ്ട്, 2 വെസ്റ്റ് ബാങ്ക് ഉണ്ട്, 3 റമല്ല ഈസ്റ്റ് വെസ്റ്റ്. അത് 6,750. ഇസ്രയേൽ വരും 6 ഡിസ്ട്രിക്റ്റുകൾ മാത്രം. 1 ടെലവീവ് ഉണ്ട്, 2 ജെറുസലേം ഉണ്ട്, 3 ഡിമോണയുണ്ട്, 4 യാഫയുണ്ട്, 5 ആഷ്കലോനുണ്ട്, 6 അഷ്തോദുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് കത്തുന്ന ഗാസ. 273 കിലോമീറ്റർ. ചാനലുകാർക്ക് പോലും അറിയത്തില്ല. ഗാസയ്ക്കകത്ത് 4 പട്ടണങ്ങൾ. 1 എക്രോൻ, 2 കാന്യൂനിസ്, 3 സഹർ, 4 ഇന്ന് കത്തുന്ന ഇത് ഏറ്റവും നിർണായകമായ ഗാസയിലെ റാഫ. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത്. 22,700 കിലോമീറ്റർ കിടക്കുന്ന കിഴക്കൻ ജെറുസലേമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ജെറുസലേമിനോട്ടുള്ള ബന്ധത്തിൽ 15 കാര്യങ്ങളാണ് ജെറുസലേമിൻ്റെ പ്രത്യേകത. 1 നിർണായകമായി വചനം കേൾക്കണം. 1 5000 വർഷം പഴക്കമുള്ളൊരു പട്ടണമാണ്. 2 ദാവീദിൻ്റെ പട്ടണമാണ്. 3 മതങ്ങളുടെ സംഗമഭൂമിയാണ് ഇന്നത്തെ ജെറുസലേം. 4 ഈ നമ്മുടെ ഇസ്ലാം സഹോദരങ്ങളുടെ പിന്നെ മക്ക മദീന കഴിഞ്ഞാൽ അല്ലാസ്ക മോസ്ക് അവിടെ. 5 അവർ വിശ്വസിക്കുന്ന മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്ത പാറ അവിടെയാണ്, ഡോം ഓഫ് റോക്ക്. അത് യഥാർത്ഥത്തിൽ ആ പാറയല്ല, ഇസഹാക്കിനെ അബ്രഹാം കടത്തിയ പാറയാണ്. 6 യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഇവിടെ. 7 കിദ്രോൻ തോട് ഇവിടെ. 8 യേശുവിൻ്റെ തൈലലേപനം ഇവിടെ. 9 യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചിയുടെ കല്ലറ ഇവിടെ. 10 യേശു ഉയർത്തെഴുന്നേറ്റ് വന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം ഇവിടെ. 11 ഇതിനോട് ചേർന്ന് അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറ. 12 ലോകത്തിൽ 60 പ്രാവശ്യം യുദ്ധമുണ്ടായ സ്ഥലം ഇസ്രയേൽ. 13 40 പ്രാവശ്യം ജനം ഓടി. 14-ാമത്തെ പ്രത്യേകത എല്ലാവരും മനസ്സിലാക്കണം. അതിൻ്റെ പ്രത്യേകത 30 പ്രാവശ്യം മുറിവേറ്റു. 15 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജിയ യഹൂദന് സ്വാതന്ത്ര്യം നേടിത്ത ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ്റെ പേര് തിയോഡർ ഹെർസൺ. അവൻ്റെ കല്ലറ ഇവിടെ. ഈ ജെറുസലേമിന് വേണ്ടി അന്തിമ അടി വരാൻ പോകുന്നത് അന്നാളിൽ ജെറുസലേം ഭാരമുള്ളൊരു കല്ലായി മാറും. വചനം മനസ്സിലാകുന്നവർക്ക് ഇതാ ഇസ്രായേൽ ഹമാസിൻ്റെ വിഷയം. അങ്ങനെയെങ്കിൽ 3-ാം ലോകമഹായുദ്ധം ഇവിടെ നടക്കുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരും. അവൻ യഹൂദനോടൊരു കരാർ ഒപ്പിടും, അറബ് ലീഗിനൊരു കരാർ ഒപ്പിടും. അത് 2-ാമത്തെ ഭാഗം. അറബ് ലീഗിൻ്റെ കാര്യം നമുക്ക് ഇന്ന് തൊടാൻ പറ്റത്തില്ല. യഹൂദനോട് കരാർ ഒപ്പിടും. എന്താ യഹൂദനോട് കരാർ?
ആലയം പണിയും. കരമുയർത്തുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഇവിടം കൊണ്ട ചിന്ത, ഒരുവൻ ഭരണത്തിൽ വന്നാൽ വെള്ളക്കുതിരയുടെ പ്രമുടിയോടെ യഹൂദന് വേണ്ടി ആലയം പണിയും. വളരെ കാൽപ്പനികമായ ചിന്തയാണ് അന്ത്യകാലം. അതിനോടുള്ള പ്രത്യേകത ഇസ്രയേലിൻ്റെ ആലയം എല്ലാവരും നോക്കണം. ഒന്നാമത്തെ ആലയം സമാഗമന കൂടാരം, മരുഭൂമിയിൽ കതിരമരം കൊണ്ട് മോശയാൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ടാബർനാക്കിൾ, അത് പോയി. രണ്ടാമത്തെ ദേവാലയം ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. നോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചവൻ നല്ലവൻ, അവൻ്റെ ദയം നീക്കുമുള്ളത്. BC 606 നെബൂഖദ്നേസർ രാജാവ് അതിനെ തകർത്തു. മൂന്നാം ദേവാലയം കോരസ്, എൻ്റെ ഇടയൻ എസ്രാ, നെഹമ്യാവ്, സെരബാബേൽ അവരാൽ ദേവാലയം പണിതു. അത് തകർന്നില്ല. ഹേരോദാവിൻ്റെ കാലത്താ തകർന്നത്. ഇവിടെ വളരെ ക്ലിപ്തമായ ചിന്തയോടെ ഇതാ ദാനിയേൽ പ്രവചനം അന്ത്യകാലം. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. ലോകത്തിലെ ഭരണം തല തങ്കം നെബൂഖദ്നേസർ, നെഞ്ചും കഴിയും രാജാവേശം കോരശും, അരഭാഗം ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, 4 റോമാ സാമ്രാജ്യം. അന്നാ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ ഇവിടെയുള്ളത്. മനസ്സിലാകുന്നവർക്കായി ഓശാന പെരുന്നാളിൽ യേശു വരുന്നു. മത്തായി 24:1-2 അവൻ ദൈവാലയത്തിൽ വന്നു. നല്ല പ്രഭാഷണം. ഹേരോദാവ് 46 വർഷം കൊണ്ട് പുതുക്കി പണിയുന്ന ദേവാലയം, രമ്യകർമ്മങ്ങൾ, തൂക്കുവിളക്കുകൾ, ഇതെല്ലാം അവിടെയുണ്ട്. ഉടനെ യേശുവിനെ പണി കാണിച്ചു. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. മനസ്സിലാകുന്നവർക്കായി ഇവിടം തൊട്ട് പ്രഭാഷണം. ഇവിടെയാ കാതലായ ഭാഗം. AD 68 ടൈറ്റസ് സെക്കൻഡ് തീത്തോസ് ദിദിയൻ മലയാളം അവൻ ആഫ്രിക്കയിൽ നിന്ന് ആനയെ കൊണ്ടുവന്നു. ആരോ പറഞ്ഞു ഈ ദേവാലയത്തിൻ്റെ അടി പൊന്നും വെള്ളിയുണ്ട്. ഇത് കാതലായ ഒരു ഭാഗം. എന്താ സംഭവിച്ചത്? കോട്ട കൊത്തളങ്ങൾ വളഞ്ഞു. ആക്രമണം തുടങ്ങാറായപ്പോൾ ഒരു വാർത്ത കേട്ടു, അവൻ്റെ അപ്പൻ മരിച്ചുപോയി. ഉടനെ ടൈറ്റസ് പറഞ്ഞു, ഇപ്പോൾ ആക്രമിക്കേണ്ട, എൻ്റെ പപ്പ മരിച്ചുപോയി. അവർ പുറകോട്ട് പോയി. ഇന്ന് രാത്രി ബാക്കി കേൾക്കണം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം കേട്ടവരവിടെ ഉണ്ട്. അവർക്കറിയാം ആലയം തകരും. അവരെന്ത് ചെയ്തെന്നറിയാമോ? അടി എപ്പോഴും വരും. അതുകൊണ്ട് അന്ന് ഇസ്രായേലിലെ പെല്ലാ മലയിലേക്ക് അവർ ഓടിപ്പോയി. അങ്ങനെ അതൊരു നിഴലെങ്കിൽ ഇന്ന് കോട്ടൂക്കോണത്തിനോട് ഞാൻ പറയാം, ഒരന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വചനം കേട്ട് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന ദൈവമക്കൾ നിത്യ വീട്ടിലെടുക്കപ്പെടും. മനസ്സിലാകുന്നവർക്കായി താഴ്മയുള്ള മലയാളത്തിൽ അതൊരു നിഴലെങ്കിൽ AD 70 ടൈറ്റസ് വന്നു, ദൈവാലയം തകർത്തു. ഇന്ന് 2 കാര്യമേ ഉള്ളൂ ഇസ്രായേലിന്. ഒന്ന്, എല്ലാവരും കേൾക്കണം, അതിൻ്റെ പേരാ വെസ്റ്റേൺ വിലാപ മതിൽ. അതിന് 1 ഈസ്റ്റേൺ ഗേറ്റ്, 2 വെസ്റ്റേൺ വാൾ, വിലാപ മതിൽ. അത് രണ്ടുമുണ്ട്. ഈ ദിവസങ്ങളിൽ ഇറാനെ ആക്രമിക്കുവാൻ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി മുതിർന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബെഞ്ചമിൻ നെതന്യാഹു. ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം വിലാപ മതിൽ ചെന്ന് തലയിടിച്ചിട്ട് കരഞ്ഞിട്ടാണ് ഇറാനെ ആക്രമിച്ചത്. എല്ലാ പത്രങ്ങളും കണ്ടു. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ആലയത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തറിൻ്റെ ആക്രമണം നടക്കുന്നതിന് മുമ്പ് ഇന്ന് ഇസ്രയേലിൻ്റെ വിദേശകാര്യമന്ത്രി ഇറ്റാമിൻ ബെൻഗീർ അദ്ദേഹം ഒരു മൊബൈലിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പാടിയോല് 150 യഹൂദന്മാരെ കൂട്ടിക്കൊണ്ട് വിലാപമതിൽ അവിടെ കരയുന്നു, ഈ തലമുറയിൽ ഞങ്ങൾ പള്ളി പണിയും. മനസ്സിലാകുന്നവർക്ക് ഇതാ ലോകരാജ്യങ്ങൾ ഞെട്ടുന്നത് ഒരു അന്തിമക്കാലം. അങ്ങനെയെങ്കിൽ ഇന്ന് 2 കാര്യമുണ്ട്. 1 വെസ്റ്റേൺ വാൾ, 2 ഈസ്റ്റേൺ ഗേറ്റ്. ബൈബിൾ കൂടെ ചരിത്രം 1973. എല്ലാവരും മനസ്സിലാക്കണം, അന്ന് ജോർദാനിലെ ഹുസൈൻ രാജാവ് വന്നു വാതിൽ തുറക്കാൻ. രാജാവ് വീണതല്ലാതെ വാതിൽ തുറന്നില്ല. വാതിൽ അടഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവ് മടങ്ങി വരും. എസെക്കിയേൽ പ്രവചനം 44:1-2 വീട്ടിൽ ചെന്ന് വായിക്കണം, കുഞ്ഞു വായിക്കത്തില്ല. യഹോവയായ കർത്താവ് എസെക്കിയേലിനെ ഈ ആലയത്തിൻ്റെ കിഴക്കേ ദർശനമുള്ള വാതിലിലേക്ക് കൊണ്ടുപോയി. അത് അടഞ്ഞിരിക്കുകയാണ്. സ്വർഗ്ഗം അവനോട് പറഞ്ഞു, ഇതാരും തുറക്കരുത്. യഹോവയായ കർത്താവ് ഇതിനകത്തു കൂടി കടന്നത് കൊണ്ട് ഇതാരും തുറക്കരുത്. എന്നാൽ കോട്ടൂക്കോണ യഹോവയിലെ ദൈവസഭയുടെ പ്രത്യാശ, ഈ വാതിൽ തുറക്കുമോ, നാഥൻ വരുമോ. നമ്മുടെ സങ്കീർത്തനം ദാവീദ് 24:7 സങ്കീർത്തനം ദാവീദ് 24 ദാവീദിൻ്റെ സങ്കീർത്തനം 24 സങ്കീർത്തനം 7-ാമത്തെ വാക്യം, നമ്മുടെ കാന്തൻ മടങ്ങി വരും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേൻ. കരമുയർത്തുന്നവർക്കായി പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആര്? യുദ്ധ ദിവസത്തിൽ വീരനായി നമ്മുടെ കാന്തൻ മടങ്ങി വരും.